പ്രാർത്ഥിക്കാം. പിതാവിനും പുത്രനും പരിശുദ്ധ സ്തുതി. തന്റെ സ്തുതികളാൽ ആകാശവും ഭൂമിയും തന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന പരമാനായ ദൈവത്തിന് പരിശുദ്ധൻ 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 ഉയരങ്ങളിൽ സ്തുതി. യഹോവയുടെ ചട്ടങ്ങളുടെ വഴി എന്നെ ഉപദേശിക്കണമേ. ഞാനതിനെ അവസാനത്തോളം പ്രമാണിക്കും. ഞാൻ എൻ്റെ ന്യായപ്രമാണം കാക്കേണ്ടതിനും അതിനെ പൂർണ്ണ ഹൃദയത്തോടെ പ്രമാണിക്കേണ്ടതിനും എനിക്ക് ബുദ്ധി നൽകണമേ. നിന്റെ കൽപ്പനകളുടെ പാതയിൽ എന്നെ നടത്തണമേ. ഞാനതിൽ ഇഷ്ടപ്പെടുന്നുവല്ലോ. ദുരാദായത്തിലേക്കല്ല, നിന്റെ സാക്ഷ്യങ്ങളിലേക്ക് തന്നെ എൻ്റെ ഹൃദയം ശാവിമാറാക്കണമേ. വ്യാജത്തെ നോക്കാതെ വണ്ണം എൻ്റെ കണ്ണുകളെ തിരിച്ച് നിന്റെ വഴികളിൽ എന്നെ ജീവിപ്പിക്കണമേ. നിന്നോടുള്ള ഭക്തിയെ വർദ്ധിപ്പിക്കുന്നതായ നിന്റെ വചനത്തെ അടിയനെ ഓർമ്മിക്കണമേ. ഞാൻ പേടിക്കുന്ന നിന്നെ അകറ്റിക്കളയണമേ. നിന്റെ വിധികൾ നല്ലവയല്ലോ. ഇതാ ഞാൻ എൻ്റെ പ്രമാണങ്ങളെ വാഞ്ചിക്കുന്നു. നിന്റെ നീതിയാൽ എന്നെ ജീവിപ്പിക്കണമേ. ദൈവമേ, പ്രാർത്ഥിക്കുമോ? ഒരു നിമിഷം നമുക്ക് നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം. ദൈവസന്നിധിയിൽ തലകൾ വിളിച്ച് ആന്തരിക നേത്രങ്ങൾ തുറന്നുകൊണ്ട് ദേവാലയത്തിൽ ദൈവസന്നിധിയിലായിരിക്കുന്നു എന്നുള്ള പരിപൂർണ്ണ ബോധ്യത്തോടും ഉറച്ച വിശ്വാസത്തോടും തമ്പുരാന്റെ പാദപീഠത്തിൽ നമുക്കായിരിക്കാം. കാരുണ്യവാനും ഞങ്ങളെ അളവ് കൂടാതെ സ്നേഹിക്കുന്നതുമായ ഞങ്ങളുടെ ദൈവമേ, ഈ അനുഗ്രഹീതമായ വെള്ളിയാഴ്ചയുടെ നല്ല പ്രഭാതം ഞങ്ങൾക്ക് വീണ്ടും ഇപ്രകാരം നിന്റെ സന്നദ്ധിയിൽ ഒത്തുകൂടുവാൻ പ്രാർത്ഥിക്കുവാൻ ഒരുങ്ങിയ കൃപകൾക്കായി എന്നെ സ്തുതിക്കുന്നു. ഉപവാസത്തോടും നോമ്പോടും പ്രാർത്ഥനയോടും എൻ്റെ പാദപീഠത്തിലായിരുന്നുകൊണ്ട് അവിടുത്തെ മനോഹരത്തെ ദർശിക്കുവാനും ലാവണ്യമുള്ള നിന്റെ വാക്കുകളെ ശ്രമിക്കുവാനും ഞങ്ങളുടെ ജീവിതത്തിൽ അത് പരിപൂർണതയിലേക്ക് നയിക്കപ്പെടുവാനും അടിയങ്ങളെ സമ്മതിയാക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ സമൂഹത്തിൽ മുഴുവൻ വസിച്ചിരിക്കുന്ന വലിയ പ്രയാസത്തെ ദൈവമേ തിരുമുമ്പാകെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പരിപൂർണമായി വിടുതലും സൗഖ്യവും ആശ്വാസവും തന്ന അവിടുന്ന് ഞങ്ങളെ വഴി നടത്തണമേ. ഈ പ്രതികൂലതയിൽ അടിയങ്ങൾക്ക് നിന്റെ ആലയത്തിലേക്ക് കടന്നു വരുവാനോ ഒത്തുകൂടുവാനോ സാധിക്കുന്നില്ല എങ്കിൽ പോലും ലഭ്യമായിരിക്കുന്ന അവസരങ്ങളോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവമേ നിന്നെ കാണുവാൻ, നിന്നെ അറിയുവാൻ, എൻ്റെ സന്നിധിയിൽ ഞങ്ങളുടെ മുഴക്കാലുകൾ അടക്കുവാൻ, ഞങ്ങളുടെ ആന്തരിക നേത്രങ്ങളെ നിന്റെ പക്കലേക്ക് ഉയർത്തുവാൻ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല സാവകാശത്തോടൊപ്പം തന്നെ ശ്രമിക്കുന്നു. ദൈവമേ, പാട്ടുകാരനെ പോലെ ഞങ്ങളും സന്നിധിയിലേക്ക് എടുത്തുവന്ന് ആത്മീയ കീർത്തനങ്ങളാലും ആന്തരിക സ്തുതികളാലും നിന്നെ ശ്രമിക്കുവാൻ, നിന്നെ
ശ്രമിക്കുന്ന എല്ലാ മക്കളെയും കൂടെ അനുഗ്രഹിക്കണമേ. തുടർന്നുള്ള നിമിഷങ്ങളിൽ പ്രാർത്ഥനയോടെ നിന്റെ സന്നിധിയിലായിരുന്നുകൊണ്ട് ദൈവമേ നിന്നെ പാടി പുകഴ്ത്തുവാനും നിന്റെ വചനങ്ങളെ ധ്യാനിക്കുവാനും പ്രാർത്ഥനയോടെ നിന്റെ മക്കൾ ആയിരിക്കുവാനും കൂടി മക്കളെ സഹായിക്കണമേ. ഇത് ശ്രമിക്കുന്നതിന് മക്കൾക്ക് അനുഗ്രഹത്തിന് മുഖാന്തരമാകണമേ. കുടുംബമായി അവരെ അനുഗ്രഹിക്കണമേ. കർത്താവേ, ഞങ്ങളുടെ ശുശ്രൂഷകൾ ഏറെ ബലഹീനവും കുറവുള്ളതുമാകുന്നുവെങ്കിലും അവിടുത്തെ കൃപയിലും കരുണയിലും ആശ്രയിച്ചുകൊണ്ട് എൻ്റെ ദുരൂപഭാവം സമർപ്പിക്കുമ്പോൾ അത് കേട്ട് അനുഗ്രഹത്തിന് വീണ്ടുവിചാരത്തിന് ഇടയങ്ങളുടെ ആത്മപരിവർത്തനത്തിന് മുഖാന്തരമായി തീരുവാൻ സഹായിക്കണമേ. എല്ലാ നന്മകളാലും ഇടയങ്ങളെ നടക്കണമേ. ഞങ്ങളെല്ലാവരും നിങ്ങളെ മറന്നുപോയിരുന്നു നിനക്കും പിതാവിനും പരിശുദ്ധാത്മാവിനും ഇപ്പോഴും എല്ലാ നാളും ഇടവിടാതെ സ്തുതിയും സ്തോത്രവും കരയറ്റുവാനായിട്ട് തന്നെ. ത്രിയേക ദൈവത്തിൻ്റെ അതിപരിശുദ്ധ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏറെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന ഇടവകയുടെ വികാരി ബഹുമാനപ്പെട്ട മഞ്ജുലേനാനുശൻ, ഈ ഇടവകയുടെ സഹവികാരിയായി സന്ദർഭമായി സേവനമനുഷ്ഠിക്കുന്ന ബഹുമാനപ്പെട്ട ഫിലിപ്പൈസ് അച്ഛൻ, കോവിഡ് മഹാമാരിയാൽ ലോകം മുഴുവൻ പ്രയാസത്തിലായി ഒരുമിച്ച് കൂടുവാനോ ഒന്ന് കാണുവാനോ പരസ്പരം നമ്മുടെ സുഖദുഃഖങ്ങളെ പങ്കിടുവാനോ ഒന്നും സാധിക്കാത്ത ഒരു തലത്തിൽ ഞാനും നിങ്ങളും ഒറ്റപ്പെട്ടു പോകുന്ന, മുഖ്യധാരയിൽ നിന്ന് മാറ്റപ്പെട്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ആയിരിക്കുമ്പോൾ, പ്രത്യേകിച്ചും നമ്മുടെ അഭയമായിരിക്കുന്ന ആശ്രയമായിരിക്കുന്ന ദേവാലയത്തിൻ്റെ വാതിൽ പോലും ഈ ഒരു സാഹചര്യത്താൽ നമ്മുടെ മുൻപിൽ അടയ്ക്കപ്പെട്ടതായ ഒരു കാലഘട്ടത്തിലൂടെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ, എന്നാൽ നമുക്ക് ലഭ്യമാകുന്ന നവമാധ്യമങ്ങളുടെ ഉപയോഗത്തിലൂടെ ദൈവത്തെ കൂടുതലായി അറിയുവാനും ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിക്കുവാനും സാധിക്കുന്ന നിമിഷങ്ങളാണ് ഈ കാലഘട്ടങ്ങൾ എന്നുള്ളത് പ്രത്യേകമായി ഓർക്കുവാൻ തക്കവണ്ണം ഇടയാകട്ടെ. അതുകൊണ്ട് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ നിരാശപ്പെട്ടു പോകുവാനോ ഒന്നിനും സാധിക്കുന്നില്ല എന്നുള്ള ഒരു തിരിച്ചറിവോടുകൂടി സ്വയം ഒരു തടവറ തീർക്കുവാനോ ഇടയാകാതെ അതിലപ്പുറമായി ദൈവം എൻ്റെ ചാരയുണ്ടെന്നുള്ള പ്രത്യാശയോടുകൂടി ഞാൻ തന്നെ ദൈവത്തെ വഹിക്കുന്ന ആലയമാകുന്നുള്ള തിരിച്ചറിവോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ പ്രത്യാശയോടെ നമുക്ക് ആയിരിക്കാനൊക്കെ ഇടയാക്കുക. ഇത് ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുമേ, നമുക്കറിയാം, പാളയം സെന്റ് ജോർജ് കത്തീഡ്രലിൽ എല്ലാ 2-4 വെള്ളിയാഴ്ചകളിൽ മുടങ്ങാതെ ഉപവാസ പ്രാർത്ഥന നടത്തിയിരുന്നു. എന്നാൽ ഇന്നത്തെ പരിതസ്ഥിതികൾ നോക്കുമ്പോൾ ഏകദേശം 4 മാസം കഴിയുന്നു ദേവാലയം അടഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട്. അടഞ്ഞു കിടക്കുക എന്ന് പറഞ്ഞാൽ വിശ്വാസികളുടെ ഒരു സമ്പൂർണ്ണമായ കൂടിവരവിന് സാധിക്കാത്ത നിലയിൽ ആയിട്ട് 4 മാസം കഴിയുന്നു. എന്നാൽ ദൈവകൃപയാൽ ഇന്നും ദേവാലയത്തിലെ ശുശ്രൂഷകൾ ഒന്നും തന്നെ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ തക്കവണ്ണം ദൈവം നമുക്ക് അവസരം തരുന്നു തോർത്ത് പരമകാരുണ്യനായ ദൈവത്തെ നമുക്ക് സ്തുതിക്കാം. കാരണം ഒരു ഞായറാഴ്ച പോലും ആരാധന മുടങ്ങാതെ, കഴിവുള്ളിടത്തോളം യാമപ്രാർത്ഥനകൾ മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഈ പ്രതിസന്ധിയുടെ കാലയളവിൽ നമുക്ക് ദൈവം സാവകാശം ഒരുക്കി തരുന്നു എന്നുള്ളത് ഏറ്റവും നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് സ്മരിക്കാവുന്ന ഒരു വലിയ കാര്യമാണ്. അതോടൊപ്പം തന്നെ ഈ ദേവാലയത്തിന്റെ ആധ്യാത്മിക പ്രവർത്തനങ്ങളും അതോട് ചേർന്ന് ഊഷ്മളമാക്കുവാൻ തക്കവണ്ണം ഈ കാലയളവിൽ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. അത് ഭരണമറിയും സമാജമാകട്ടെ, സുവിശേഷ സംഘമാകട്ടെ, സൺഡേ സ്കൂൾ ആകട്ടെ, യുവജന പ്രസ്ഥാനമാകട്ടെ, പ്രാർത്ഥനായോഗങ്ങളായിക്കൊള്ളട്ടെ, ഇങ്ങനെ ഓരോ പ്രസ്ഥാനങ്ങളും നമ്മളാൽ ആകുന്ന നിലയിൽ ഈ സാഹചര്യത്തിന് ഉതകുന്ന തരത്തിൽ നമ്മൾ ഓൺലൈൻ മീഡിയയിലൂടെ ഒക്കെ പ്രവർത്തിക്കുകയും കാണുകയും അങ്ങനെയുള്ള ഒരു മീറ്റിംഗായി ക്രമീകരിക്കുകയും ഒക്കെ ചെയ്യുന്നതിൽ നമുക്ക് പ്രത്യേകമായി ദൈവത്തെ സ്തുതിക്കാം. ഇവിടെ ഇന്നും അപ്രകാരം നമ്മുടെ
നമ്മുടെ എല്ലാവരുടെയും ബലം എന്നുള്ളത് പ്രത്യേകമായി ഓർക്കുവാനായിട്ടാകട്ടെ. അതുകൊണ്ട് ഈ വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥനയിൽ എല്ലാവരെയും വളരെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം. കണ്ണുനീരോടുകൂടി നമ്മെ തന്നെ കഴുകാം. ആന്തരിക ശുദ്ധീകരണത്തിനായി പ്രാർത്ഥനാപൂർവ്വം ദൈവത്തിന്റെ പാദപീഠത്തിൽ അഭയം തേടാം. അപ്രകാരം ഒരുക്കുന്ന ഒരു ശുശ്രൂഷയായി രൂപാന്തരപ്പെടുത്തുവാൻ ദൈവമേ വിലഹീനരായ ഞങ്ങളെയും അവിടുന്ന് ശക്തീകരിക്കണമേ എന്നുള്ളത് നിങ്ങൾ പ്രാർത്ഥനാപൂർവ്വം ദൈവസന്നിധിയിൽ നിരന്തരമായി ഓർക്കണം എന്നുള്ളത് ഓർപ്പിക്കട്ടെ. ഒരു വാക്ക് സ്വാഗതം കൂടി ആശംസിക്കുവാൻ ഈ അവസരം വിനിയോഗിക്കുകയാണ്. ഇന്ന് പ്രത്യേകമായി ക്രമീകരിച്ചിരിക്കുന്നത് തുടർന്ന് ഗാന ശുശ്രൂഷയാണ്. ഗാന ശുശ്രൂഷയ്ക്ക് വന്നരായ വൈദികർ നേതൃത്വം വഹിക്കും. അതിനുശേഷം തിരുവചന ധ്യാനം നിർവഹിക്കുന്നത് ഇടവകയുടെ വന്യനായ വികാരി ബഹുമാനപ്പെട്ട അച്ഛനാണ്. അച്ഛൻ അനുഗ്രഹീതമായി ദൈവവചനം നമ്മളോട് പങ്കുവെക്കുമ്പോൾ വേദപുസ്തകം എടുത്തുകൊണ്ട് അത് ദൈവസന്നിധിയിലാണെന്നുള്ള ബോധ്യത്തോടുകൂടി അത് ശ്രമിക്കുവാനും ധ്യാനിക്കുവാനും നമുക്കിടയാകണം. അതിന് അച്ഛനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ഒരു ഗാനം ആലപിച്ച് ആരാധനാ ഗീതം ആലപിച്ച് മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് നമ്മൾ പ്രവേശിക്കും. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം വഹിക്കുന്നത് അങ്ങനായ ഇടവകയുടെ സ്ഥലവികാരി അച്ഛനാണ്. നമ്മുടെ ജീവിത അനുഭവങ്ങളെ ആവശ്യങ്ങളെ ഒക്കെ കണ്ണുനീരോടുകൂടി ദൈവസന്നിധിയിൽ സമർപ്പിച്ച് ഒരുക്കത്തോടെ ആ പ്രാർത്ഥനയിൽ സംബന്ധിക്കാൻ നമുക്കിടയാകണം. അച്ഛനെയും അക്കാര്യത്തിന് വേണ്ടി വളരെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം ഈ ഒരു കാര്യം ആലോചിച്ചപ്പോൾ തന്നെ സാധാരണ നമ്മുടെ ഒരു കൂടി കുറച്ചുകൂടി എങ്ങനെ അനുഗ്രഹപ്രദമാകാമെന്ന് ചിന്തിച്ചപ്പോഴാണ് പ്രിയപ്പെട്ട റോണിയുടെ ഒരു പേര് മനസ്സിലേക്ക് കടന്നു വന്നു. നമ്മുടെ തന്നെ കഥാർത്ഥമായിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹം. നന്നായി കീബോർഡ് കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഈ ഗാന ശുശ്രൂഷയ്ക്ക് സഹായിക്കുവാൻ തക്കവണ്ണം കീബോർഡ് വായിക്കുന്നത് പ്രിയപ്പെട്ട റോണിയാണ്. റോണിയെ ഏറ്റവും സന്തോഷത്തോടുകൂടി ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇതെല്ലാം ഇവിടെ നിർവഹിക്കുമ്പോഴും നിങ്ങളിലേക്ക് ഈ ശുശ്രൂഷ എത്തണമെങ്കിൽ അത് ഓൺലൈനായിട്ട് സംപ്രേഷണം ചെയ്യുന്നത് നമ്മുടെ ഇടവാകം പ്രത്യേകിച്ച് മാനേജിംഗ് കമ്മിറ്റി അംഗം കൂടിയായിരിക്കുന്ന പ്രിയപ്പെട്ട ജോജി ജേക്കബാണ്. അപ്പോൾ ഇതിൻ്റെ ആ കാര്യങ്ങളെല്ലാം ക്രമീകരിക്കുന്നത് പ്രിയപ്പെട്ട ജോജിയാണ്. ജോജിയെ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഒപ്പം അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ദൈവം നല്ല പ്രതിഫലമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഇടവകയുടെ അതോടൊപ്പം തന്നെ ട്രസ്റ്റി, സെക്രട്ടറി, മാനേജിംഗ് കമ്മിറ്റി അംഗങ്ങൾ ഇവരെല്ലാം ഈ കാര്യത്തിന് വേണ്ട പരിപൂർണ്ണ പിന്തുണയും സഹായവും നൽകുന്നു. അവരെ നന്ദിയോടെ ദൈവസന്നിധിയിൽ സ്മരിക്കുന്നു. ഇടവകയുടെ ശുശ്രൂഷകരായ പ്രിയപ്പെട്ട അവരും ഈ കാര്യത്തിൽ അങ്ങേറ്റം താല്പര്യത്തോടുകൂടി സഹകരിക്കുന്നു. അവരോടുള്ള സ്നേഹം അറിയിക്കട്ടെ. എല്ലാവരെയും ഇത് ഭവനങ്ങളിൽ നിന്ന് ശ്രമിക്കുന്ന പ്രാർത്ഥനാപൂർവ്വത്തിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്തുകൊണ്ട് നമുക്ക് വാക്കുകൾ ചുരുക്കുന്നു. തുടർന്ന് ഗാന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രാർത്ഥനാപൂർവ്വം പ്രവേശിക്കും. ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് പുറത്തുകൊണ്ടാകട്ടെ. ഏറ്റവും സ്നേഹത്തിലേക്കുള്ളായ വന്യവൈദിക ശ്രേഷ്ഠനെ, ദൂരെ നിന്നും ചാനൽ നിന്നും ഈ വെള്ളിയാഴ്ച ആരാധന ശുശ്രൂഷകളിൽ സംബന്ധിക്കുകയും ശ്രമിക്കുകയും ചെയ്യുന്ന എല്ലാ പ്രിയ സഹോദരങ്ങളെ എല്ലാവരെയും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ ആത്മീയമായിട്ട് ഈ ശുശ്രൂഷയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ആമുഖ വാക്കുകൾ കൊണ്ടും പ്രാരംഭ പ്രാർത്ഥന കൊണ്ടും നമ്മെ അനുഗ്രഹിച്ച ഈ ഇടവകയുടെ സഭീകരി ബഹുമാനപ്പെട്ട സാം തോമസ് അച്ഛൻ്റെ എല്ലാ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹകരമായി ഇടവകയെ നയിക്കുവാൻ തക്കവണ്ണം ദൈവം തമ്പുരാൻ നമ്മെ സഹായിക്കുന്നു. പ്രിയപ്പെട്ട അച്ഛൻ്റെ ആമുഖ വാക്കുകൾ അതോടൊപ്പം തന്നെ നൽകുന്ന ശുശ്രൂഷകളും എല്ലാവരുമായ സന്തോഷവും നന്ദി പറയുന്നതോടൊപ്പം തുടർന്ന് നമുക്ക് ഗാന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഭവനങ്ങളിലായിരുന്നു ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നവർ ഈ പാട്ടിൻ്റെ നമ്പർ പറയുമ്പോൾ ആ പാട്ടുകൾ എടുത്ത് വൈദിക ശ്രേഷ്ഠനോടൊപ്പം ഒരുമിച്ച് പാടുവാനും ഇവിടെ സുവിശേഷ ഗീതങ്ങളിലെ പാട്ടുകളാണ് പാടുന്നത്. ഈ പാഠ്യപുസ്തകത്തിൽ നിന്നും പാട്ടുകളെടുത്ത് എല്ലാവരും ഒരുമിച്ച് ദൈവത്തെ സ്തുതിക്കുവാൻ നമുക്ക് സാധിക്കണം. ആദ്യമായി നമ്മൾ പാടുന്നത് സുവിശേഷ ഗീതങ്ങളിലെ 23-ാമത്തെ ഗാനമാണ്. അനുഗ്രഹത്തിൻ അധിപതിയെ അനന്തകൃപ പെരുന്നതിയെ. ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ എൻ്റെ ദൈവമാകുന്നു. ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം. എൻ്റെ ബലമുള്ള ഭുജത്തിൽ ഞാൻ നിന്നെ തങ്ങിക്കൊള്ളാമെന്ന വാർത്ത നൽകിയ ഒരു കർത്താവ് നമ്മോട് കൂടെയുള്ളതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ജീവിത ബലിയാത്രയിൽ എന്നെ താങ്ങി വഴി നടത്തുന്ന എൻ്റെ കർത്താവ്, ഞാൻ തളർന്നു പോകുമ്പോഴും ഞാൻ വീണു പോകുമ്പോഴും മാനസികമായും ശാരീരികമായും ഒക്കെ ഞാൻ അവശനാകുമ്പോഴും എന്നെ
എന്നോട് ചേർന്ന് നിന്നുകൊണ്ട് തന്ന ഉള്ള കരങ്ങളിൽ ഞങ്ങളെ പരിപാലിച്ച് നമ്മെ വഴി നടത്തുന്ന ദൈവത്തിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവമേ, നീ ഞങ്ങളോട് കൂടെ ഉള്ളതിനാൽ ഞങ്ങൾക്ക് ഭയമില്ല. വൻമീനങ്ങൾ വരുമ്പോൾ ഞങ്ങളുടെ ഹൃദയം തളർന്നു പോകുകയില്ല. കാരണം എൻ്റെ കർത്താവ് എന്നോട് കൂടെയുണ്ട്. മരണനിഴലിൻ്റെ തറവിൽ കൂടി ഞാൻ നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല എന്ന് ദാവീദ് രാജാവ് 23-ാം സങ്കീർത്തനത്തിൽ ദൈവത്തെ പാടി സ്തുതിച്ചതുപോലെ നമുക്കും ദൈവത്തെ പാടി സ്തുതിക്കാം. അനുഗ്രഹത്തിൽ അധിപതിയെ അനന്ത കൃപ പെരുന്നതി. സുവിശേഷ ഗീതങ്ങളിൽ 23-ാമത്തെ പാട്ട് നമുക്ക് ചേർന്ന് പാടാം. തിരുക്കരങ്ങളിൽ അരുണമല്ല
ജീവിതത്തിലെ ഭാരങ്ങളും പ്രയാസങ്ങളും ഏറ്റവും അടുത്ത് നിൽക്കുന്നവർ പോലും നമ്മെ ദൂരത്താക്കുന്ന എല്ലാവരും നമ്മളെ തള്ളി പറയുന്ന ഒരവസരത്തിൽ നീ എൻ്റെ അടുക്കിലേക്ക് വരിക, എൻ്റെ മാർവിടത്തിലേക്ക് ആശ്വാസത്തിനായി ചാരിക്കൊള്ളുക എന്ന് നമ്മെ മാടി വിളിക്കുന്ന ഒരു ദൈവം ഈ ലോകത്തിലും പരലോകത്തിലും വിശ്വസ്തനായ ആ ദൈവ സന്നിധിയിലേക്ക് നമുക്ക് അടുത്തു ചെല്ലാം. നമ്മുടെ രോഗങ്ങൾക്ക് ആശ്വാസം പകരുവാൻ, നമ്മുടെ ക്ഷീണങ്ങൾക്കും അസ്വസ്ഥതകൾക്കും നല്ല വൈദ്യനാകുവാൻ, നമ്മുടെ രോഗശാന്തിക്ക് ഉത്തമ നാഥനായി ആ ദൈവത്തിൻ്റെ മാർവിടത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഫലമേൽപ്പിക്കാം. ഈ ലോകം നശ്വരമാണ്, ഇത് അവസാനിക്കുന്നതാണ്. മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ അനുഭവത്തിലേക്ക്, അവൻ്റെ ജീവനിലേക്ക് നമ്മുടെ ജീവനെ കൂട്ടിച്ചേർക്കുവാൻ, നിത്യജീവന്റെ നല്ല അനുഭവത്തിന് നമുക്ക് അർഹരായി തീരുവാൻ, ദൈവസ്നേഹത്തിൻ്റെ കൊടികീഴിൽ ജയം പ്രാപിക്കുവാൻ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മ നിറവിൽ ഈ ശുശ്രൂഷയിലേക്ക് നമുക്ക് അടുത്തു വന്ന് ആത്മാർത്ഥതയോടെ പാടി പ്രാർത്ഥിക്കാം. എൻ്റെ രക്ഷക, എൻ്റെ ദൈവമേ, നീ അല്ലാതെ എനിക്ക് ആരെയും ആശ്രയിക്കാനില്ല. എൻ്റെ യേശുവായ നീ മാത്രം ഏതു നേരത്തിലും എനിക്ക് മതി എന്ന് നമുക്ക് ഒരുമിച്ച് ചേർന്ന് പാടാം. പാഠപുസ്തകത്തിലെ 239 പാട്ട്. ദൈവമേ, നീ അല്ലാതെ
എൻ്റെ ദൈവം എത്ര നല്ലവൻ. അവൻ എന്ത് മറ്റുകാര്യങ്ങൾ എനിക്ക് വേണ്ടി ചെയ്തിരിക്കുന്നു എന്ന ദൈവജനത്തിൽ ശാന്തമായി ഓർക്കുവാനും ഈ പ്രതിസന്ധിയുടെ കാലങ്ങളിലും അപ്രകാരം ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്തുകൊണ്ട് ദൈവസന്നിധിയിൽ നന്ദിയോടെ ആയിരിക്കാൻ നമുക്ക് ഇടയാകണം. എണ്ണിയാൽ തീർന്നിടാത്ത നന്മകൾ ചെയ്യുന്ന ദൈവം, എന്തുമാത്രം എന്നെ സ്നേഹിക്കുന്ന ദൈവം, പ്രതിസന്ധിയുടെയും പ്രയാസങ്ങളുടെയും കാലയളവുകൾ ഇപ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്നത് മാത്രമല്ല, ഇതിനു മുൻപും അനവധിയായി ജീവിതത്തിൽ വന്ന നഷ്ടങ്ങളിലൊക്കെ ദൈവം എനിക്ക് സഹായിയായി സങ്കേതമായി കൂടെ ഇരുന്ന് അതിലൊക്കെ കണ്ണിലെ കൃഷ്ണമണി പോലെ നമ്മളെ കാത്തു പരിപാലിക്കുന്ന ആ ദൈവ സ്നേഹത്തെ മറക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ആ ദൈവസ്നേഹത്തെ ഓർത്ത് വിഭാഗം നമുക്കായിരിക്കാം. അവൻ എൻ്റെ ജീവിതത്തിൻ്റെ നായകനാണ്. എനിക്ക് നല്ല വഴികളെ ഓർത്തിരുന്നവരാണ്. അപ്രകാരം ദൈവമേ, നിന്റെ ദിവ്യമായ പാതകളെ പിൻപറ്റുവാൻ നന്ദിയോടെ നിനക്ക് പാടി സ്തുതി അർപ്പിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഇടയാക്കണമെന്ന് നമുക്ക് ദൈവസന്നിധിയിൽ ആലോചിക്കാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവർ പോലും പ്രതികൂലമായി മാറുമ്പോൾ, എല്ലാ സാഹചര്യങ്ങളും എനിക്ക് പ്രതികൂലമായി വരുമ്പോൾ ദൈവമേ എനിക്ക് നിന്റെ മുഖം കണ്ടുകൊണ്ട് യാത്ര ചെയ്യുവാൻ വേണ്ടിയാകണമേ. ഈ പാലിൽ നിന്റെ മുഖം ദർശിപ്പാൻ, നിന്റെ സന്നിധിയിലായിരിക്കാൻ ദൈവമേ നിങ്ങൾ ഇടയാക്കണമെന്ന് ദൈവസന്നിധിയിൽ ആത്മാർത്ഥമായി നമുക്ക് പാടി പുകഴ്ത്തുവാൻ ഇടയാക്കണം. അതിന് നമ്മെ സഹായിക്കുന്ന ഒരു ഗാനമാണ് അടുത്തതായി ആലപിക്കുന്നത്. പാഠപുസ്തകത്തിൽ 330 ചേർത്തിരിക്കുന്ന ഗാനം എത്ര നല്ലവൻ എന്നേശനായി ഞാൻ ആരംഭിക്കുന്ന ഗീതം നമുക്കെല്ലാവർക്കും ദൈവസന്നിധിയിൽ ഒരുമിച്ച് പാടി ദൈവത്തെ സ്തുതിക്കാം.
ത്രിയേക ദൈവത്തിന്റെ അതിപരിശുദ്ധ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ആദരണീയനായ വന്യ വൈദിക ശ്രേഷ്ഠർ, കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട ദൈവജനങ്ങൾ, ഈ അനുഗ്രഹീതമായ വെള്ളിയാഴ്ച ദിവസം അല്പസമയത്തെ തിരുവചന ധ്യാനത്തിനായിട്ട് ഞാൻ കർത്താവിൽ ശരണപ്പെടുന്ന വിശുദ്ധ
ദാവീദ് രാജാവിൻ്റെ ഒരു ധ്യാന കീർത്തനമായ 32-ാം സങ്കീർത്തനമാണ്. 32-ാം സങ്കീർത്തനം അല്പസമയം ധ്യാന ചിന്തയായിട്ട് ദൈവസന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാം. ഒരു നിമിഷം ദൈവമുൻപാകെ നമ്മുടെ തലങ്ങളെ വണങ്ങിക്കൊണ്ട് നമ്മുടെ ഹൃദയത്തെ ദൈവസന്നിധിയിലേക്ക് നമുക്ക് സമർപ്പിക്കാം. കരുണാമയനായ ഞങ്ങളുടെ ദൈവം തമ്പുരാനെ, ഈ അനുഗ്രഹീതമായ ഈ ദിവസത്തിൽ തിരുസന്നിധിയിൽ ഞങ്ങളെ തന്നെ താഴ്ത്തിയിരിക്കുന്നു. ലോകമാകമാനം മരണഭീതിയിൽ, മരണത്തിൽ, മറ്റു പലവിധമായ പ്രതിസന്ധി ഘട്ടങ്ങളിൽ അവിടുത്തെ പരിശുദ്ധ ആലയത്തിൽ പോലും കടന്നു വരുവാൻ സാധിക്കാതെ ഭവനങ്ങളിൽ മറ്റ് പലയിടങ്ങളിലുമായി മാനസികമായ സംഘർഷത്തിൽ കഴിയുന്ന ഈ ഒരു അവസ്ഥയിൽ എൻ്റെ രക്ഷിതാത്ത പുരാനെ, കർത്താവേ, അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്ന് പല ഭവനങ്ങളിൽ ഇരുന്നുകൊണ്ട് അവിടുത്തെ നോക്കി വിളിക്കുവാൻ തക്കവണ്ണം നീ അടിയങ്ങൾക്ക് ഒരുക്കി തരുന്ന ഈ കൃപയ്ക്കായി നന്ദിയോട് നിന്നെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവമേ, ഞങ്ങൾക്ക് ആശ്രയിക്കുവാനും ഞങ്ങൾക്ക് അഭയം പ്രാപിക്കുവാനും ഞങ്ങൾക്ക് ചോദിക്കുവാനും ഞങ്ങൾക്ക് അടുത്തു വരുവാനും എൻ്റെ കർത്താവല്ലാതെ ഞങ്ങൾക്ക് മറ്റാരുമില്ല. ദൈവമേ, ഇതുവരെയും ഞങ്ങളെ പരിപാലിച്ചവനായ ദൈവം അങ്ങ് അറിഞ്ഞുവല്ലോ. ഞങ്ങളുടെ ബുദ്ധിക്കോ, ഞങ്ങളുടെ പ്രാർത്ഥിക്കോ, ഞങ്ങളുടെ സമ്പത്തിനോ, ഞങ്ങളുടെ ആരോഗ്യത്തിനോ ഞങ്ങളെ സഹായിക്കാൻ കഴിയുകയില്ല എന്ന് പരിപൂർണമായി വിശ്വസിച്ചുകൊണ്ട് ദൈവമേ, നിന്റെ കൃപ ഒന്ന് മാത്രമാണ്, നിന്റെ കൃപ ഒന്ന് മാത്രമാണ്, നിന്റെ കൃപ ഒന്ന് മാത്രമാണ് ഞങ്ങളുടെ ആയിരിക്കുന്നത് എന്ന് പൂർണ്ണമായി കർത്താവെ വിശ്വസിച്ചുകൊണ്ട് നിന്റെ ക്രൂശിന്റെ ചുവട്ടിലേക്ക് ഞങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുന്നു. ദൈവമേ, നിന്റെ കൃപ, നിന്റെ കരുണ, നിന്റെ ആഗ്രഹ ഞങ്ങൾ തന്നെ ചെയ്യുവാനാകണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഭവനങ്ങളിൽ അറിയുന്നുകൊണ്ട് കർത്താവെ, ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും നിന്റെ സ്വർഗീയമായ കൃപ കൊണ്ട് ആത്മമായി കൊണ്ട് നിറയ്ക്കുവാനാകണമേ. ഞങ്ങളെ തന്നെ പൂർണ്ണമായി തിരുമുൻപാകെ സമർപ്പിക്കുവാൻ തക്കവണ്ണം, ശുദ്ധീകരിച്ച് സമർപ്പിക്കുവാൻ തക്കവണ്ണം താഴ്ത്തിയ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ ഭംഗിപ്പയവരെ അബ്രഹാമി കൂടാരങ്ങളിൽ ആശ്വസിപ്പിക്കണമേ. ആദ്യ ദൈവമാതാവായ പരിശുദ്ധ കന്യകമറിയമമ്മയുടെയും ഭാരതത്തിന്റെ അപ്പോസ്തലനായ പരിശുദ്ധ മാർ തോമസ് ലീഹായുടെയും ഞങ്ങളുടെ കാവ്യപിതാക്കന്മാരായ പരിശുദ്ധ ദീപകീസായുടെയും മോർഗ്രീഗോറിയോസ് ദിവനാശ്വസ് പിതാക്കന്മാരുടെയും സകല ശുദ്ധിമാന്മാരുടെയും ശുദ്ധിമതികളുടെയും മധ്യസ്ഥതയാലും പ്രാർത്ഥനയാലും തന്നെ ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹീതൻ. വെള്ളിയാഴ്ച കർത്താവിന്റെ പാദപീഠത്തിലിരുന്ന് ഒരല്പസമയം ധ്യാനിക്കുവാനുള്ള സമയമാണ് ദൈവം തമ്പുരാൻ നമുക്ക് നൽകിയിരിക്കുന്നത്. ഈ ഒരു സമയത്ത് കർത്താവിനെ ക്രൂശിന്റെ ചുവട്ടിൽ അവന്റെ പാദപീഠത്തിൽ ഇരുന്നുകൊണ്ട് അവന്റെ മുഖത്തേക്ക് നോക്കി, കർത്താവെ, ഞങ്ങളെ തന്നെ ദൈവഭാഗ്യം ഏൽപ്പിച്ചു തരുവാൻ തക്കവണ്ണം ഞങ്ങളുടെ ഹൃദയങ്ങളെയും ഞങ്ങളുടെ ചിന്തകളെയും എല്ലാം നിന്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുവാൻ തക്കവണ്ണം ഈ പകൽക്കാലം ഞങ്ങളെ ഇടയാക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ തിരുവചന ധ്യാനം 32-ാമത്തെ സങ്കീർത്തനമാണ്. ആത്മീയ ജീവിതത്തിൽ ഭാഗ്യം അനുഭവിക്കുന്ന, ദൈവകൃപ ലഭിക്കുന്ന ഭക്തരെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് ഈ സങ്കീർത്തനത്തിലൂടെ ദാവീദ് രാജാവ് വ്യക്തമാക്കുന്നത്. ഇവിടെ 1-ാമത്തെ വാക്യം നാം വായിച്ചു കേൾക്കുന്നത്, ലംഘനം ക്ഷമിച്ചും പാപം വളർച്ച കിട്ടിയവൻ ഭാഗ്യമാണ്. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. ലംഘനം ക്ഷമിച്ചും പാപം വളർച്ച കിട്ടിയവൻ ഭാഗ്യമാണ്. യഹോവ അകൃത്യം കണക്കിടാതെയും ആത്മാവിൽ കപടം ഇല്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യമാണ്. വിശുദ്ധ വേദപുസ്തകത്തിൽ അനേക ഭാഗ്യാവസ്ഥകളെ കുറിച്ച് വ്യാഖ്യാനിക്കുന്നുണ്ട്. 128-ാമത്തെ സങ്കീർത്തനം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ തന്നെ പറയുന്നത്, യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യമാണ്. യഹോവയെ ഭയപ്പെട്ട് അവന്റെ വഴികളിൽ നടക്കുന്ന ഏവരും ഭാഗ്യമാണെന്ന് സങ്കീർത്തനക്കാരൻ പറയുമ്പോൾ, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം അതിന്റെ 5-ാമത്തെ അധ്യായത്തിൽ യേശുവിന്റെ ഗിരിപ്രഭാഷണത്തിൽ 1 മുതൽ ഉള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പറയുന്നത് അനേക ഭക്തന്മാരുടെ ഭാഗ്യാവസ്ഥയെക്കുറിച്ച് പറയുന്നുണ്ട്. ആത്മാവിൽ
ദരിദ്രരായവർ ഭാഗ്യവാന്മാർ സ്വർഗരാജ്യം അവർക്കുള്ളതാണ്. അങ്ങനെ ധാരാളം ഭാഗ്യാവസ്ഥയെക്കുറിച്ച് പറയുമ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു ഭാഗ്യാവസ്ഥയെക്കുറിച്ചാണ് ഈ വേദഭാഗം പറയുന്നത്. അതിപ്രകാരമാണ്: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. ദൈവസന്നിധിയിൽ തൻ്റെ കുറവുകളെ, തൻ്റെ പാപങ്ങളെ പരിഹരിച്ച് കിട്ടിയവനാണ് യഥാർത്ഥ ഭാഗ്യവാനെന്ന് സങ്കീർത്തനക്കാരൻ നമ്മോട് പറയുന്നു. മാത്രമല്ല, എൻ്റെ വ്യക്തി ജീവിതത്തിൽ കപടതയില്ലാതെ ഇരിക്കുന്ന നിഷ്കളങ്കമായ അനുഭവമാണ് യഥാർത്ഥമായ ഭാഗ്യാവസ്ഥ നമുക്ക് നൽകുന്നത് എന്ന് ദാവീദ് രാജാവ് നമ്മോട് പറയുന്നു. ഒരുപക്ഷെ 51 സങ്കീർത്തനം കൂടെ നമുക്ക് ഈ വേദഭാഗത്തോട് ചേർത്ത് വായിക്കുമ്പോൾ പരിശുദ്ധ ആരാധനയിൽ നമ്മൾ ഓരോ നമസ്കാരങ്ങളും ആരംഭിക്കുമ്പോൾ ആദ്യമായി ചൊല്ലുന്ന കീർത്തനമാണ് അനുതാപത്തിന്റെ കീർത്തനം, 51 സങ്കീർത്തനം. ഇവിടെയും ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ പാപം ചെയ്തു എന്നുള്ള ബോധ്യമുണ്ടായപ്പോൾ തെറ്റിന്റെ അനുഭവത്തിലേക്ക് വീണുപോയി എന്നുള്ള ബോധ്യമുണ്ടായപ്പോൾ ദാവീദ് രാജാവ് ദൈവസന്നിധിയിൽ വന്ന് അനുതാപത്തോടെ വെല്ലുവിളിക്കുകയാണ്: എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നിന്റെ കൃപപ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിന്റെ കരുണയുടെ ബൗദ്ധപ്രകാരം എൻ്റെ പാപങ്ങളെ വായിച്ചു കളയണമേ. ആ വേദഭാഗം നമ്മൾ വായിക്കുമ്പോൾ അവിടെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്: ദൈവമേ, നിന്റെ സ്വഭാവം കൊണ്ട് എന്നെ തളിക്കണമേ. കാരണം അത്രമാത്രം ഞാൻ പാപത്തിൽ വീണുപോയിരിക്കുന്നു. എൻ്റെ ലംഘനങ്ങളെ എന്നോട് ക്ഷമിക്കണമേ, എൻ്റെ പാപത്തെ എന്നോട് പൊറുക്കണമേ എന്ന് ദൈവസന്നിധിയിൽ കണ്ണുനീരോടുകൂടി അനുഭവിക്കുന്ന ദാവീദ് രാജാവിനേക്കാൾ വളരെ സാധിക്കും. ആ ഒരു വേദഭാഗം നമ്മൾ ചേർത്ത് വായിക്കുമ്പോൾ ഈ 32 സങ്കീർത്തനം നമ്മളുടെ വാക്കോട് ചേർത്തുകൊണ്ട് നമ്മൾ ധ്യാനിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒരു പരിശോധന നടത്തുമ്പോൾ ദൈവസന്നിധിയിൽ നമ്മൾ ആരാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടുവാനായിട്ട് സാധിക്കും. ഇവിടെ പറയുന്നു: കുഞ്ഞേ, നീ ലംഘനം ക്ഷമിച്ചു കിട്ടിയാൽ, നിന്റെ പാപം മറച്ചു കിട്ടിയാൽ, യഹോവയായ ദൈവം നിന്നിൽ അകത്തെ കടന്നിടാതെ ഇരുന്നാൽ നീ ഭാഗ്യവാനായിരിക്കും. നമ്മുടെ ജീവിതത്തിലേക്ക്, ദൈനംദിന ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. ദൈവത്തെ ആരാധിക്കുകയും ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ദൈവികമായ കാര്യങ്ങൾ ഉത്സാഹം ചെയ്യുന്ന നമ്മുടെ ഓരോരുത്തരുടെയും വ്യക്തി ജീവിതത്തിലേക്ക് നാം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ ദൈവികമായ ആഗ്രഹങ്ങൾക്കും ദൈവികമായ പദ്ധതികൾക്കും ദൈവികമായ സ്വഭാവത്തിനും എൻ്റെ ജീവിതത്തിൽ എന്ത് പ്രാധാന്യം, എന്ത് സ്ഥാനമാണ് ഞാൻ കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം ഒരു മൂടുപടമായി കരുതിക്കൊണ്ട് വ്യക്തി ജീവിതത്തിൽ സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുകയും ബാഹ്യമായി ആത്മീയ പ്രകടനങ്ങൾ നടത്തുകയും ചെയ്യുന്ന ബാഹ്യമായ ആരാധകരായി പലപ്പോഴും നിർജീവമായ ഒരവസ്ഥയിൽ കഴിഞ്ഞു പോകുന്ന ഒരനുഭവത്തെ നമുക്ക് പലപ്പോഴും വ്യക്തി ജീവിതങ്ങളിൽ കാണുവാനായിട്ട് സാധിക്കും. അവിടെയാണ് തിരുവചനം നമ്മോട് പറയുന്നത്: ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. ദൈവസന്നിധിയിൽ നമ്മുടെ കുറവുകളെ ഏറ്റുപറയുവാനുള്ള ഒരു സമയമായിട്ട് ദൈവസന്നിധി നമ്മെ തന്നെ സമർപ്പിക്കാം. ദൈവമേ, എൻ്റെ അകൃത്യങ്ങൾ, എൻ്റെ പാപങ്ങൾ എന്നിൽ തന്നെ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ നിന്നെ ആരാധിക്കുന്നവരാണ്. സത്യസന്ധമായി നിന്റെ സന്നിധിയിലേക്ക് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കുമ്പോൾ പലപ്പോഴും ഉള്ളിൻ്റെ ഉള്ളിൽ കാഠിന്യവും വിദ്വേഷവും കോപവും പരിഹാസങ്ങളും തിന്മയും പാപങ്ങളും മറച്ചു വെച്ചുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് ഞാൻ ഒന്ന് പ്രാർത്ഥിക്കുകയാണോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ ജീവിതം അനുഗ്രഹത്തിന് പകരം അത് ശാപമായി മാറുകയില്ലേ എന്ന് നമ്മുടെ ആത്മീയ ജീവിതത്തെ ഒന്ന് പരിശോധിക്കുവാൻ തക്കവണ്ണം ഈ സമയത്ത് നമുക്ക് സാധിക്കണം. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ നമുക്ക് ഇപ്രകാരം കാണുവാനായിട്ട് സാധിക്കും. യെശയ്യാ പ്രവചനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട്. അതിൻ്റെ 11, 12 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഇപ്രകാരം പറയുകയാണ്. 12-ാം വാക്യത്തിൽ: നിങ്ങൾ എൻ്റെ സന്നിധിയിൽ വരുമ്പോൾ എൻ്റെ പ്രാകാരങ്ങളെ ചവിട്ടുവാൻ ഇത് നിങ്ങളോട് ചോദിച്ചത് ആണ്. ഇനി നിങ്ങൾ വ്യർത്ഥമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. അമാവാസിയും ശബത്തും സഹായവും കൂടുന്നതും നീതികേടും ഉത്സവയോഗവും എനിക്ക് സഹിച്ചുകൂടാ. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഖ്യം. ഞാൻ അവ സഹിച്ച് മുഷിഞ്ഞിരിക്കുന്നു. നിങ്ങൾ കൈവലർത്തുമ്പോൾ ഞാൻ എൻ്റെ കണ്ണ് മറച്ചു കളയും.
നിങ്ങൾ എത്ര പ്രാർത്ഥന കഴിച്ചാലും ഞാൻ കേൾക്കുകയില്ല. നിങ്ങളുടെ കൈ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നിങ്ങളെ കഴുകി വെടിപ്പാക്കുകയും നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എന്റെ കണ്ണിന് മുമ്പിൽ നിന്ന് നീക്കി കളയുകയും തിന്മ ചെയ്യുന്നത് മതിയാക്കുകയും നന്മ ചെയ്യുവാൻ പഠിക്കുകയും. ഇസ്രായേൽ മക്കളോട് ദൈവത്തെ ആരാധിക്കുവാൻ വരുന്ന, ദൈവത്തിന്റെ പ്രാകാരങ്ങളിലേക്ക് കടന്നു വന്ന് കവിളിൽ വീണ് പ്രാർത്ഥിക്കുന്ന, ദൈവസന്നിധി രൂപമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ദൈവജനത്തോട് യഹോവയായ ദൈവം യെശയ്യാ പ്രവാചകനിലൂടെ അരുളി ചെയ്യുകയാണ്, എന്റെ പ്രാകാരത്തിൽ വന്ന് ചവിട്ടുവാനായിട്ട് നിങ്ങളോട് ആവശ്യപ്പെട്ടത് ആരാണ്? നിങ്ങളുടെ നേർച്ച കാഴ്ചകൾ എനിക്ക് വെറുപ്പാകുന്നു, നിങ്ങളുടെ രൂപങ്ങൾ എനിക്ക് അസഖ്യമാകുന്നു. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല എന്ന് യഹോവയായ ദൈവം പറയുന്നു. അവിടെ വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങൾ ഇനി വ്യക്തമായുള്ള കാഴ്ച കൊണ്ടുവരരുത്. ധൂപം എനിക്ക് വെറുപ്പാകുന്നു. നിങ്ങളുടെ അമാവാസികളെയും ഉത്സവങ്ങളെയും ഞാൻ വെറുക്കുന്നു. അവ എനിക്ക് അസഖ്യമാണ്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന അതേ നാവുകൊണ്ട് എന്ത് തിന്മയും എന്ത് കളവും പറയുവാൻ യാതൊരു മടിയുമില്ലാത്ത കപടപറ്റ നീ പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ പ്രാർത്ഥന ഞാൻ കേൾക്കുകയില്ല. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് എന്റെ സന്നിധിയിലേക്ക് അനുഗ്രഹത്തിന് വേണ്ടി ക്ഷമയ്ക്ക് വേണ്ടി നീ കൈകൾ വളർത്തി പ്രാർത്ഥിക്കുമ്പോൾ നിന്റെ കൈ അകൃത്യം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. നീ എന്റെ സന്നിധിയിലേക്ക് കൈകളെ വളർത്തുമ്പോൾ നിന്നെ കാണാതെ വണ്ണം ഞാൻ എന്റെ മുഖം മറച്ചു കളയും. ആയതുകൊണ്ട് തിരുവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു, വാഷ് യുവർ ഹാൻഡ്സ്, നിന്റെ കൈകളെ നീ കഴുകി വെടിപ്പാക്കണം. ക്ലൻസ് യുവർ ഹാർട്ട്, നിന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കണം. റിമൂവ് ഓൾ ഈവിൾ ഡൂയിങ്സ് ബിഫോർ ഫ്രം മൈ ഐസ്, എന്റെ കർത്താവിന്റെ കണ്ണിന്റെ മുമ്പിൽ നിന്ന് സകല തിന്മകളെയും നീ അകറ്റിക്കളയണമെന്ന് തിരുവചനം നമ്മെ ആഹ്വാനം ചെയ്യുന്നു. കർത്താവിൽ പ്രിയരെ, നമ്മൾ ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ മശീഹ തമ്പുരാൻ നമ്മോട് പറയുകയാണ്, നീ എന്റെ ആലയത്തിലേക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് കടന്നു വരുമ്പോൾ ആർക്കെങ്കിലും നിന്നോട് എന്തെങ്കിലും വിദ്വേഷമുണ്ടെന്ന് നിനക്ക് അവിടെ വെച്ച് ഓർമ്മ വന്നാൽ നിന്റെ വെടിവസ്തു അവിടെ വെച്ചിട്ട് നീ മുന്നേ പോയി നിന്റെ സഹോദരനോട് വേണ്ടിയാവുക, എന്നിട്ട് വന്ന് നീ ആരാധന കഴിക്കുക. പ്രിയമുള്ളവർ, യഥാർത്ഥമായ ആരാധനയുടെ അനുഭവത്തിൽ വന്നു നിൽക്കുവാൻ തക്കവണ്ണം, ദൈവാനുഗ്രഹം പ്രാപിക്കുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും ഈ ആരാധനയിലൂടെ ഇടയാകുന്നുണ്ടോ എന്ന് നമ്മോട് തന്നെ ഒന്ന് ചോദിച്ചു നോക്കുക. ദൈവസന്നിധിയിൽ നിന്ന് വേണ്ടി അകറ്റുന്നതായ പാപങ്ങൾ എവിടെ ഉണ്ടെങ്കിൽ, ദൈവസന്നിധിയിൽ നിന്ന് അനുഗ്രഹം പ്രാപിക്കുന്നതിന് വിഘാതമായി എൻ്റെ ജീവിതത്തിൽ പാപം ഒന്ന് കൂടി നിൽക്കുന്നു എങ്കിൽ ആ പാപത്തെ അകറ്റിക്കളയുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിലേക്ക് നമ്മൾ തന്നെ സമർപ്പിക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. ഉൽപ്പത്തി പുസ്തകം 4-ാമത്തെ അധ്യായം അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ യഹോവയായ ദൈവം കയ്യിനോട് പറയുകയാണ്, കയ്യിനെ നീ കോപിക്കുന്നത് എന്തിന്? നിന്റെ മുഖം വാടുന്നത് എന്ത്? നീ നന്മ ചെയ്യുന്നു എങ്കിൽ പ്രസാദമുണ്ടാകിയില്ലേ? നീ നന്മ ചെയ്യുന്നില്ലെങ്കിലോ പാപം വാതിലിൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിങ്ങളിലാകുന്നു, നീയോ അതിനെ കീഴടക്കണം എന്ന് കൽപ്പിച്ചു. നിന്റെ വെളിയിൽ ദൈവം തമ്മിൽ സാധിക്കണമെങ്കിൽ നീ തന്നെ നിന്നെ തന്നെ തിരുവല്ല കാഴ്ചയായി ദൈവസന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവം നിന്നിൽ പ്രസാദിക്കണമെങ്കിൽ നീ നന്മ ചെയ്യുന്നില്ല എങ്കിൽ ദൈവം നിന്നിൽ പ്രസാദിക്കുകയില്ല. നന്മ ചെയ്യാത്തിടത്തോളം കാലം പാപം നിന്റെ ആദ്യത്തിൽ കിടക്കുന്നു, അതിന്റെ ആഗ്രഹം നിന്നോടാകുന്നു. അതുകൊണ്ട് പാപത്തെ കീഴടക്കുവാൻ തക്കവണ്ണം ദൈവസന്നിധിയിൽ നമ്മെ തന്നെ ഈ ദാവീദ് രാജാവ് ആഹ്വാനം ചെയ്യുകയാണ്. എങ്ങനെയാണ് ഈ പാപം നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നത്? ജീവിതത്തിൽ പലപ്പോഴും തിന്മകളുടെ അനുഭവത്തിലേക്ക് നാം പ്രാപ്തമായി യാത്ര ചെയ്യുമ്പോൾ പലപ്പോഴും ജീവിതം ദുസ്സഹമായിരിക്കുന്നു. എന്തുകൊണ്ടാണ് കർത്താവെ പലപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നത് എന്ന് നമ്മൾ തിരിഞ്ഞു ചോദിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്കൂടെ അതേ സമയം കൊണ്ട് തിരിഞ്ഞു നോക്കുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം. 3-ാമത്തെ വാക്യങ്ങൾ 32-ാം സങ്കീർത്തനം 3 മുതലുള്ള വാക്യങ്ങൾ ഇപ്രകാരം പറയുന്നു, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായി ഞരക്കത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചുപോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മജ്ജ വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ പറ്റിപ്പോയി. എന്റെ ജീവിതത്തിൽ പാപത്തെ ഒളിച്ചു വെച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് ഞാൻ കടന്നു വരുമ്പോൾ, സാമൂഹിക ജീവിതത്തിൽ ഞാൻ തിന്മകൾ ഉള്ളിൽ കരുതി വെച്ചുകൊണ്ട് ഞാൻ ഇടപെടുവാനായിട്ട് തുടങ്ങുമ്പോൾ, കുടുംബ ജീവിതത്തിൽ രഹസ്യമായ തിന്മകൾ ജീവിതത്തിന്റെ ഉള്ളിൽ മറച്ചു വെച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടി പല കാര്യങ്ങളെയും നേരിടുവാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ പലപ്പോഴും മറ്റുള്ളവരൊക്കെയും നീ നല്ലവൻ, നീ മിടുക്കനെന്ന് പറഞ്ഞാൽ നിന്റെ ഉള്ളിലേക്ക് നോക്കുന്ന കർത്താവ് ഹൃദയങ്ങൾ
നിന്റെ ജീവിതത്തിൽ നിന്നെ കാണുന്നു എന്ന് മനസ്സിലാക്കുവാൻ കൊണ്ട് നിനക്ക് സാധിക്കണം. അവിടെ ഇപ്രകാരമാണ് പറയുന്നത്, ഞാൻ വീണ്ടാതെ ഇരുന്നപ്പോൾ എന്റെ പാപം എന്റെ ഉള്ളിൽ തന്നെ മറച്ചു വെച്ചുകൊണ്ട്, തിന്മകൾ എന്റെ ഉള്ളിൽ തന്നെ മറച്ചു വെച്ചുകൊണ്ട് ഞാൻ പലപ്പോഴും ഒരു കപട ഭക്തനായിട്ട് ഞാൻ ജീവിച്ചപ്പോൾ നിത്യമായി ഞാൻ കണ്ടാൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ യഹോവയായ ദൈവം പറയുന്നുണ്ട്, അസ്തോദിനെ പറ്റി പ്രവചിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്റെ കൈ എപ്പോഴും നിനക്കൊരു ഭാരമായിരിക്കും. ദൈവ വഴി മറുതലിച്ച്, ദൈവത്തിന്റെ കൽപ്പനകളെ മറുതലിച്ച്, ദൈവ ഇഷ്ടത്തിൽ നിന്ന് മാറി നിന്റെ സ്വാർത്ഥതകൾക്കും നിന്റെ സന്തോഷത്തിനു വേണ്ടി നിന്റെ ജീവിതത്തെയും ദൈവം തന്ന സൗകര്യങ്ങളെയും ദൈവം തന്ന സമ്പാദ്യങ്ങളെയും ദൈവം തന്ന ആരോഗ്യത്തെയും നിനക്ക് വേണ്ടി നീ വേർതിരിച്ച് മാറ്റി നിർത്തുമ്പോൾ, ദൈവത്തെ അറിയാതെ നീ യാത്ര ചെയ്യുമ്പോൾ, ദൈവത്തെ മറുതലിച്ച് യാത്ര ചെയ്യുമ്പോൾ യഹോവയുടെ കൈ എപ്പോഴും നിനക്കൊരു ഭാരമായിരിക്കും. എന്നാൽ യെശയ്യാ പ്രവാചകനിലൂടെ പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, പ്രവചിച്ചു നോക്കേണ്ട, ഞാൻ ദൈവമാകുന്നു, ഞാൻ നിന്നെ സഹായിക്കാം, ഞാൻ നിന്നെ ശക്തീകരിക്കാം, എന്റെ ബലമുള്ള ഭുജത്തിൽ ഞാൻ നിന്നെ താങ്ങിക്കൊള്ളാം. ദൈവത്തോട് പറ്റിച്ചേർന്ന് ജീവിക്കുന്നവരെ ദൈവം തമ്പുരാൻ ഉള്ളങ്ങളിൽ വയ്ക്കും. അതുകൊണ്ടാണ് തിരുവനന്തപുരം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്, പെറ്റ അമ്മ തള്ളിക്കളഞ്ഞാലും ഞാൻ നിന്നെ തള്ളിക്കളയുകയില്ല. ഏതവസ്ഥയാണെന്ന് ചോദിച്ചാൽ പാപത്തെ ദൈവസന്നിധിയിലേക്ക് പകരുവാൻ തക്കവണ്ണം, പാപമുള്ളിലുള്ളിടത്തോളം കാലം നിത്യമായി ഞാൻ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മച്ച വേനൽക്കാലത്തിന് ഉഷ്ണക്കാലെന്ന പോലെ പറ്റിപ്പോയി. നഷ്ടം തിരിയുന്ന അവസ്ഥ. ജീവിതത്തിന്റെ ഓരോരോ അനുഭവങ്ങളിലും അസ്വസ്ഥതയും നിരാശയും പരാജയവും ഏറ്റുവാങ്ങുന്ന മക്കൾ. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ എപ്പോഴും ദൈവത്തിന്റെ കൈ എന്റെ മേലൊരു ഭാരമായിട്ടുണ്ട്. കാരണം ദൈവമില്ലാതെ ഞാൻ യാത്ര ചെയ്യുമ്പോൾ, ദൈവമില്ലാത്ത തീരുമാനങ്ങൾ ഞാൻ എടുക്കുമ്പോൾ, ദൈവത്തെ മറന്നുകൊണ്ടുള്ള ജീവിതം ഞാൻ നയിക്കുമ്പോൾ യഹോവയുടെ കൈ എനിക്കൊരു ഭാരമായി തീരുമെന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ദാവീദ് രാജാവ് പാപത്തിന്റെ അനുഭവത്തിലേക്ക് വീണുപോയപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ മിണ്ടാതെ ഇരുന്നപ്പോൾ നിത്യമായി നരകത്താൽ എന്റെ അസ്ഥികൾ ക്ഷയിച്ചു പോയി. രാവും പകലും നിന്റെ കൈ എന്റെ മേൽ ഭാരമായിരുന്നു. എന്റെ മച്ച വേനൽക്കാലത്തെ ഉഷ്ണത്താൽ എന്ന പോലെ പറ്റിപ്പോയി. പലപ്പോഴും സന്തോഷത്തിന്റെയും സമ്പത്തിന്റെയും ആഡംബരങ്ങളുടെയും എല്ലാ സൗകര്യങ്ങളുടെയും മുമ്പിൽ ജീവിക്കുന്ന പലപ്പോഴും നമ്മളുടെ അനുഭവം ഇത് തന്നെയല്ലേ. ഉള്ളിന്റെ ഉള്ളിൽ ഒരു തേങ്ങലിന്റെ അനുഭവം, പാപം ഇപ്പോഴും എന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അനുഭവം, ഞാൻ പറഞ്ഞു പോയ വാക്കുകൾ ഇപ്പോഴും എന്നോട് തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അനുഭവം, ഞാൻ ചെയ്തു പോയ തിന്മയുടെ പ്രവൃത്തികൾ ഇപ്പോഴും എന്റെ നേരെ കൈചൂണ്ടി എന്നോട് തന്നെ ചോദിക്കുന്ന ഒരു അനുഭവം. ഈ ഒരു അനുഭവത്തിൽ ഞാൻ എത്ര സുഖലോലുപരായി ജീവിച്ചാലും, എത്ര സമ്പത്തിന്റെ മധ്യത്തിൽ ജീവിച്ചാലും, എത്ര ഔദ്യോഗികമായ പദവികളുണ്ടെങ്കിലും, പ്രിയമുള്ളവരെ, നീ ചെയ്ത പ്രവൃത്തികളും തിന്മകളും നിന്നെ തന്നെ വിരൽ ചൂണ്ടി നിന്നെ അസ്വസ്ഥമാക്കുന്നു എന്നുള്ളതിന് യാതൊരു സംശയമില്ല. നിന്നെ തന്നെ രോഗിയായി, നിന്നെ തന്നെ ശാപാർഹമാക്കി തീർക്കുന്ന അനുഭവത്തിൽ നിന്നും ദാവീദ് രാജാവ് പറയുകയാണ്, 5-ാമത്തെ വാക്യം, ഞാൻ എന്റെ പാപം നിന്നോട് അറിയിച്ചു, എന്റെ അകൃത്യം മറച്ചതുമില്ല, എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപത്തിന്റെ കുറ്റം ക്ഷമിച്ചു തന്നു. എന്റെ പാപത്തിന്റെ കാഠിന്യത്താൽ മലിനമായി പോയ എന്റെ ഹൃദയം, ആ ഹൃദയം എന്റെ ജീവിതത്തെ മുഴുവനും മലിനമാക്കി തീർക്കുമ്പോൾ, ദൈവത്തിൽ നിന്ന് ഞാൻ അകന്ന തിന്മയുടെ വഴികളിലേക്ക് ഞാൻ വീണപ്പോൾ, വെറും പന്നിയുടെ ഭക്ഷണം കഴിച്ച് തിന്മയുടെ ലോകത്തിലേക്ക് ആണ്ടുപോയ മുടിയനായ പുത്രൻ അവിടെ ഇരുന്നുകൊണ്ട് പറയുകയാണ്, ഞാൻ എന്റെ അപ്പന്റെ അടുക്കലേക്ക് മടങ്ങിപ്പോകും, എന്റെ പാപങ്ങളെ ഞാൻ അവനോട് എന്ന് പറയും. അവന്റെ അടുക്കലേക്ക് ചെന്നിട്ട്, അപ്പാ, ഞാൻ നിന്നോടും സ്വർഗത്തോടും പാപം ചെയ്തു, ഇനി നിന്റെ മകനെന്ന പേരിൽ എനിക്ക് യാതൊരു യോഗ്യതയുമില്ല, നിന്റെ പകരത്തിലെ കൂലിക്കാരൊരുവരെ പോലെയെങ്കിലും എന്നെ കാണണമേ എന്ന് എന്റെ അപ്പനോട് ഞാൻ നിലവിളിച്ചുകൊണ്ട് പറയും. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് ഒരു മടക്കയാത്ര. ഹോശേയ പ്രവാചകന്റെ പുസ്തകം 14-ാം അധ്യായം അതിന്റെ 1-ാമത്തെ വാക്യത്തിൽ പറയുന്നു, നിനക്ക് നന്മയുണ്ടാകണമെങ്കിൽ ദൈവസന്നിധിയിലേക്ക് നീ മടങ്ങി വരണം. ദൈവസന്നിധിയിലേക്ക് നിനക്ക് മടങ്ങിയെത്തുവാനായിട്ട് സാധിക്കണം. എന്റെ പാപങ്ങളെ ദൈവസന്നിധിയിൽ ഏറ്റുപറയുവാനായിട്ട് എനിക്ക് സാധിക്കണം. പരിശുദ്ധ കുമ്പസാരത്തിന്റെ കൂദാശയുടെ അനുഭവത്തിലേക്ക് കടന്നു വന്ന് എന്റെ ജീവിതത്തെ ഹൃദയം നുറുങ്ങി പകരുവാൻ തക്കവണ്ണം
അല്ലാതെ മുൻപാകെ ഇരുന്ന് ഹൃദയം തുറങ്ങി പ്രാർത്ഥിച്ചതുപോലെ ദൈവസന്നിധിയിലേക്ക് പാപിനിയായ സ്ത്രീയെ കല്ലെറിയുവാനായിട്ട് കൊണ്ടുവന്നപ്പോൾ അവരുടെ പാപത്തെ ഓർത്ത് കടുതേപ്പുള്ളികൾ ധാരധാരയായി കർത്താവിന്റെ പാദപീഠത്തിൽ വീണപ്പോൾ മശിഹാത്തവരോട് പറയുകയാണ്, സ്ത്രീയെ, ഞാൻ നിന്നെ വിധിക്കുന്നില്ല, ഇനിമേലിൽ നീ പാപം ചെയ്യരുത്. മുടിയനായ പുത്രൻ പാപത്തിന്റെ അനുഭവത്തിൽ നിന്ന് അനുഭവിച്ച് പിതാവിന്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ പിതാവ് പറയുകയാണ്, മകനെ, ഞാൻ നിന്നെ കാത്തു നിൽക്കുകയായിരുന്നു. നിന്റെ കാലിന് ചെരുപ്പും നിന്റെ കൈക്ക് മോതിരവും നിനക്ക് അനുഗ്രഹീതമായ പന്തിഭോജനത്തിലേക്ക്, ഉത്സവത്തിലേക്ക് നിന്നെ സ്വീകരിക്കുവാൻ തക്കവണ്ണം കാത്തിരിക്കുന്ന ഒരു കർത്താവ് എനിക്കുണ്ട്. പക്ഷേ ആ അനുഗ്രഹത്തിലേക്ക് കടക്കണമെങ്കിൽ എന്റെ ഹൃദയത്തിൽ, എന്റെ ജീവിതത്തിൽ ഞാൻ മറച്ചു വെച്ചിട്ടുള്ള സകല തിന്മകളെയും സകല പാപങ്ങളെയും ദൈവം മുൻപാകെ ഏറ്റുപറയുവാനായിട്ട് സാധിക്കണം. എന്റെ അകൃത്യമൊന്നും ഞാൻ മറച്ചില്ല. എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയും എന്ന് ഞാൻ പറയും. എന്റെ എല്ലാ കുറ്റങ്ങളും ദൈവസന്നിധിയിലേക്ക് ഞാൻ ഏറ്റുപറയുമെന്ന് തീരുമാനമെടുത്തപ്പോൾ യഹോവയായ ദൈവം എന്റെ പാപത്തിന്റെ കുറ്റം എനിക്ക് ക്ഷമിച്ചു തന്നു. ദാവീദ് പറയുകയാണ്, ഇതെനിക്ക് മാത്രമല്ല, നിങ്ങൾക്ക് ഓരോരുത്തർക്കും, ഈ വചനം കേൾക്കുന്ന ഓരോരുത്തർക്കും അനുഭവിക്കുവാനുള്ള ദൈവകൃപയാണിത്. അതുകൊണ്ട് ഇത് നിമിത്തം ഓരോ ഭക്തരും കണ്ടെത്താവുന്ന കാലത്ത് നിന്നോട് പ്രാർത്ഥിക്കും. പ്രിയമുള്ളവരെ, ദാവീദ് പറയുന്നത് എന്റെ ജീവിതത്തിൽ ദൈവത്തെ പുലർത്തുന്ന അനുഗ്രഹം അവൻ നൽകുകയാണ്. 23 സങ്കീർത്തനത്തിൽ ദാവീദ് രാജാവ് പറയുന്നു, കൂരിൽ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. മരണനിഴലിന്റെ താഴ്വരയിൽ കൂടി നടന്നാലും ഞാനൊരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്റെ കർത്താവ് എന്നോട് കൂടെ ഇരിക്കുന്നു. എന്റെ കൂടെയുള്ള കർത്താവിന്റെ അടുക്കലേക്ക് മരണനിഴലിൽ പോലും ഞാൻ ഭയപ്പെടുകയില്ല. കാരണം എന്റെ ഹൃദയത്തെ പൂർണ്ണമായി ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കമാണ്. എന്റെ അകൃത്യമൊന്നും മറച്ചു വയ്ക്കാതെ എന്റെ ലംഘനങ്ങളെ യഹോവയോട് ഏറ്റുപറയുമെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ നീ എന്റെ പാപം കുറ്റം ക്ഷമിച്ചു തന്നു. ഇത് നിമിത്തം എനിക്കും എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ വചനം ശ്രമിക്കുന്ന ഓരോരുത്തർക്കും കർത്താവിന്റെ പാദപീഠത്തിലേക്ക് വന്ന് ലംഘനങ്ങളെ ഏറ്റുപറയുവാനും പാപങ്ങളെ ഏറ്റുപറയുവാനുള്ള നിമിഷമാണിത്. നാം ആയിരിക്കുന്ന ഭവനങ്ങളിൽ ഈ വചനം ശ്രമിക്കുമ്പോൾ ഒരു നിമിഷം ദൈവസന്നിധി നമ്മുടെ കണ്ണുകളെ അടച്ച് എന്റെ കഴിഞ്ഞകാല ജീവിതത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു പോകുവാനും എന്റെ കഴിഞ്ഞകാല ജീവിതത്തിൽ വന്നുപോയ പിഴകളെയും വന്നുപോയ കുറ്റങ്ങളെയും വന്നുപോയ പാപങ്ങളെയും കർത്താവേ എന്നോട് ക്ഷമിക്കണമേ എന്ന് ആത്മാർത്ഥമായിട്ട് നിനക്ക് പ്രാർത്ഥിക്കുവാൻ കഴിയുമെങ്കിൽ നിന്നെ സൗഖ്യമാക്കുന്ന, നിന്റെ പാപങ്ങളെ മോചിക്കുന്ന, നീ ഏറ്റുപറയുന്ന അതേ നിമിഷം തന്നെ പാപത്തിൽ നിന്നും അനുഗ്രഹത്തിന്റെ അനുഭവത്തിലേക്ക് നിന്നെ നയിക്കുന്ന കർത്താവിന്റെ കരം, ശാശ്വതമായ കരം നിന്നോട് കൂടെയുണ്ട് എന്ന് നീ വിസ്മരിക്കരുത്. അതുകൊണ്ട് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ താഴ്ത്തി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ദൈവമേ, പാപിയായ മനുഷ്യനാണ് ഞാൻ. യെശയ്യാ പ്രവാചകൻ പറഞ്ഞതുപോലെ, അയ്യോ ഞാൻ അരിഷ്ടനായ മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത അധരങ്ങളുള്ള മനുഷ്യൻ, ശുദ്ധിയില്ലാത്ത ജനത്തിന്റെ നടുവിൽ ഞാൻ വസിക്കുന്നു. ദൈവമേ, എന്നെ ശുദ്ധീകരിക്കണമേ എന്ന് നിലവിളിച്ചുകൊണ്ട് കർത്താവിന്റെ സന്നിധിയിൽ കവിഞ്ഞു വീണപ്പോൾ ഇതാ ദൈവത്തിന്റെ ദൂതന്മാർ അഗ്നിയെടുത്ത കുഴലുകളിൽ അഗ്നിയെടുത്തുകൊണ്ട് അവന്റെ അധരങ്ങളെ കൊണ്ട് സൗഖ്യമാക്കി അവന്റെ പാപങ്ങളെ മോചിച്ച് അവനെ ബലപ്പെടുത്തിയതുപോലെ എന്റെ കർത്താവെ, നിന്റെ സന്നിധിയിലേക്ക് എന്നെ തന്നെ ഞാൻ താഴ്ത്തി ഏൽപ്പിക്കുന്നു. അവിടെ തന്നെ ഒന്ന് തൊടുമാറാകണമേ. നീ എന്നെ ഒന്ന് തൊട്ടാൽ മാത്രം മതി. നീ അവിടെ നിന്നൊരു വാക്കൊന്ന് കൽപ്പിച്ചാൽ മതി. ഈ പാപിയായി എനിക്ക് പാപമോചനവും അനുഗ്രഹങ്ങളും ലഭിക്കും. ദുഃഖങ്ങളും വേദനകളും നിരാശകളും ഭാരങ്ങളും ഒക്കെ കടന്നു വരുമ്പോൾ എന്റെ കർത്താവ് വിട്ടുമാറാത്തവനായി കൂടെ ഉണ്ടാകും. അതുകൊണ്ടാണ് ദാവീദ് പറഞ്ഞത്, മരണനിഴലിൽ താഴ്വരയിൽ കൂടി ഞാൻ നടന്നാലും ഞാൻ ഒരു അനർത്ഥവും ഭയപ്പെടുകയില്ല. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ശത്രുക്കളുടെ മുൻപാകെ അവരെനിക്ക് മേശ ഒരുക്കും. എന്റെ തലയെ തൈലം കൊണ്ട് അഭിഷേകിച്ച് എന്റെ പാനപാത്രം നിറഞ്ഞു കഴിയും. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് അപ്രകാരം താഴ്ത്തി ഏൽപ്പിക്കുവാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ഏറ്റു പറയുന്നവർക്ക് ദൈവം നൽകുന്ന ഭാഗ്യാവസ്ഥയാണ് ഇവിടെ പറയുന്നത്. ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയവൻ ഭാഗ്യവാൻ. യഹോവയെ കണക്കിടാതെയും ആത്മാവിൽ കപടമില്ലാതെയും ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. എന്റെ ലംഘനങ്ങളെ ഞാൻ ഏറ്റു പറഞ്ഞു. കർത്തൃസന്നിധിയിലേക്ക് എത്ര താഴ്ത്തി ഞാൻ ഏതുമില്ല, ഒന്നുമില്ല എന്ന് പൂർണ്ണമായ ബോധ്യത്തോടുകൂടി ദൈവസന്നിധിയിലേക്ക് ഞാൻ എന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിച്ചപ്പോൾ ദൈവം എന്നിൽ പ്രവർത്തിക്കുവാനായിട്ട് തുടങ്ങി. ഞാൻ എന്തെങ്കിലും ആണ് എന്നൊരു ധാരണ എനിക്കുണ്ടെങ്കിൽ, എന്റെ സമ്പത്തിനെ നടത്തുമെന്നൊരു ധാരണ എനിക്കുണ്ടെങ്കിൽ, എന്റെ ആരോഗ്യവും സൗന്ദര്യവും എന്റെ മാച്ചാതുര്യവും എന്നെ നടത്തുമെന്ന് ഒരു ധാരണ എനിക്കുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, അവിടെ നമ്മൾ പരാജയപ്പെട്ടു പോയി. ദൈവസന്നിധിയിലേക്ക്
നിന്നെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കുമ്പോൾ ദൈവം അനുഗ്രഹം പ്രവർത്തിക്കുവാനായിട്ടുള്ളത്. ആരും ഉയർത്തില്ലിതുപോൽ അതിനാൽ സ്പഷ്ടം മാറിയാമേ പോൽ ആരും താഴ്മ വിട്ടിട്ടില്ല. ദൈവസന്നിധിയിൽ തന്നെ താഴ്ത്തുന്നവൻ ഉയർത്തപ്പെടും. പാപബോധത്തോടു കൂടി ദൈവസന്നിധിയിലേക്ക് അടുത്ത് വന്ന് നമ്മുടെ കുറവുള്ള എന്ന് പറയുമ്പോൾ ദൈവം നൽകുന്ന ഭാഗ്യാവസ്ഥയെക്കുറിച്ച് ആറാം വാക്യത്തിന്റെ 2-ാം ഭാഗം മുതൽ നമുക്ക് കാണുവാൻ സാധിക്കും. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കിലുള്ള വ്യക്തിയില്ല. നീ എനിക്ക് മകളുമാകുന്നു, നീ എന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊണ്ടു. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ട വഴി നിനക്ക് കാണിച്ചു തരും. ഞാൻ നിന്നെ വേണ്ടി വെച്ച് നിനക്ക് ആലോചന പറഞ്ഞു. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ കൂടുതൽ എന്ത് ഭാഗ്യാവസ്ഥയാണ് യഹോവയായ ദൈവം ഒരു ഭക്തന് നൽകേണ്ടത്. പാപം മോചിക്കപ്പെട്ടവൻ, അകൃത്യം മറച്ചു കിട്ടിയവൻ, ദൈവാനുഗ്രഹം പ്രാപിക്കുന്നവൻ, ദൈവ സമീപസ്ഥനായിരിക്കുന്നവൻ, അവന് കിട്ടുന്ന ഭാഗ്യമാണ്. പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് നിന്റെ അടികളോട് എത്തുകയില്ല. ചെങ്കടൽ നിന്നെ കൂടാനായിട്ട് കടന്നു വന്നാലും ഇതാ ചെങ്കടലിന്റെ മധ്യേ ഭൂമണൽ വിരിച്ച് നിന്നെ വഴി നടത്തുന്ന ഒരു കർത്താവിന്റെ പിതാക്കന്മാരുടെ ദൈവം എന്റെ കൂടെയുണ്ട്. ആ ചെങ്കടലിന്റെ മധ്യേ വഴി നടത്തുന്ന ഒരു ദൈവം. വിശന്ന് പറഞ്ഞ ദൈവത്തോട് നിലവിളിച്ചപ്പോൾ മന്നായെയും കാടപ്പക്ഷിയും മരുഭൂമിയിൽ സമൃദ്ധമായി നൽകിയവനായ ഒരു ദൈവം. എന്നെ തന്നെ വിശുദ്ധീകരിച്ച് ദൈവമുൻപാകെ സമർപ്പിച്ചപ്പോൾ യെരിഹോ മതിലിനെ തകർത്ത് കടന്നവനായ ഒരു ദൈവം. കൊടുങ്കാറ്റും പേമാരി മാഞ്ഞടിച്ച് എന്റെ ജീവിതത്തിന്റെ, എന്റെ കുടുംബത്തിന്റെ പടക് മുങ്ങിപ്പോകുവാനായിട്ട് തുടങ്ങുമ്പോൾ ആ പടകിന്റെ അവരത്തിൽ നിന്നുകൊണ്ട് കൊടുങ്കാറ്റിനെയും തിരമാലകളെയും ശാന്തമാക്കുന്ന എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്. അതുകൊണ്ട് പെരുവെള്ളം കവിഞ്ഞു വരുമ്പോൾ അത് അവന്റെ അടുക്കലോട് എത്തുകയില്ല. ഞാൻ നിനക്ക് മറുവിടമാകുന്നു, നിനക്ക് മറിഞ്ഞിരിക്കുവാൻ, കഷ്ടങ്ങളിൽ നിന്ന് രക്ഷ നേടുവാൻ, നിന്നെ സംരക്ഷിക്കുവാൻ തക്കവണ്ണം നിനക്ക് മറിഞ്ഞിരിക്കുവാനുള്ള ഒരിടമായിട്ട് യഹോവയായ ദൈവം ഉണ്ടാകുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ നിന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും, എന്റെ കർത്താവിനെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് നീ എന്നെ ചുറ്റിക്കൊള്ളും. നിനക്ക് നീ പരാജയമില്ല. ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുന്നവന് ഒരു നന്മയ്ക്ക് കുറവില്ല. അവങ്കിലേക്ക് നോക്കുന്നവർ പ്രകാശകരായിരിക്കും, അവരുടെ മുഖം ലഭിച്ചു പോകയില്ല. എളിയവർ വിളിക്കുമ്പോൾ യഹോവയായ ദൈവം കേൾക്കും. പ്രിയമുള്ളവരെ, അവരെന്നെ കഷ്ടത്തിൽ നിന്ന് സൂക്ഷിക്കും. രക്ഷയുടെ ഉല്ലാസഘോഷം കൊണ്ട് അവരെന്നെ ചുറ്റിക്കൊള്ളും. മാത്രമല്ല, ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി നിനക്ക് കാണിച്ചു തരും. നിന്റെ ഓരോ ചുവടിലും ദൈവികമായ മാർഗത്തിലൂടെ നടക്കുവാൻ യഹോവയായ ദൈവം നിന്റെ കൈ പിടിച്ച് നടത്തും. ഒരു പിതാവ്, ഒരു മാതാവ് നടക്കുവാൻ പ്രാണിയില്ലാത്ത, അതിനുള്ള പ്രായമാകാത്ത പിഞ്ചു പൈതലിനെ കൈക്ക് പിടിച്ച് നടത്തുന്നത് പോലെ, ആ കുഞ്ഞ് സ്വയം പ്രാപ്തനായി നടക്കുവാൻ കഴിയുന്നത് പോലെ യഹോവയായ ദൈവം തൻ്റെ കരങ്ങളിൽ തന്നെ പിടിച്ച് എന്നെ വഴി നടത്തും. ഞാൻ നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചിട്ട് നീ ഇനി തെറ്റിലേക്ക് പോകില്ല. അതുകൊണ്ടാണ് പിതാവ് പറഞ്ഞത്, മകനെ, ഞാൻ നിനക്ക് പുതിയ ഒരു ചെരുപ്പ് തരികയാണ്. ഇതുവരെ നീ പാപത്തിൽ ജീവിച്ചിരിക്കും, ഇതാ പരിശുദ്ധിയുടെ നന്മയുടെ ഒരു ചെരുപ്പ് ഞാൻ നിനക്ക് നൽകുകയാണ്. ഇതാ എന്റെ അവകാശത്തിന്റെ മോതിരം ഞാൻ നിനക്ക് തരികയാണ്. നിനക്ക് പുതിയ ദുർബലമായ അഗ്നി തരികയാണ്. ഈ അശുദ്ധിയുടെ അനുഭവത്തിലല്ല, വിശുദ്ധിയുടെ അനുഭവത്തിൽ, നന്മയുടെ അനുഭവത്തിൽ ദൈവസന്നിധി വളരുവാനൊക്കെ വേണം. നിന്നെ ഉപദേശിച്ച് നടക്കേണ്ടുന്ന വഴി ഞാൻ നിനക്ക് കാണിച്ചിട്ട് ഞാൻ നിന്നെ വീട്ടിൽ വെച്ച് നിനക്ക് ആലോചന പറഞ്ഞത്. നീ എന്ത് ചിന്തിക്കണം, നീ എന്ത് തീരുമാനിക്കണം, അതിന്റെ ആലോചന ദൈവം നിനക്ക് പറഞ്ഞത്. പ്രിയമുള്ളവരെ, ദൈവസന്നിധിയിലേക്ക് ഒരു നിമിഷം നമ്മുടെ കൊണ്ട് മടക്കാം. തത്വസന്നിധിയിൽ ഈ വെള്ളിയാഴ്ച കർത്താവിന്റെ കുരിശിന്റെ ചുവട്ടിലേക്ക് നമുക്ക് എടുത്തു വരാം. ദൈവമേ, ഭാവി പ്രധാനിയായി കഴിഞ്ഞാൽ ഒരുപാട് കുറ്റങ്ങളും ഒരുപാട് കുറവുകളും പാപങ്ങളും ഒരു മനുഷ്യനാണ് ഞാൻ. ദൈവമേ, നീ എന്നെ ശുദ്ധീകരിക്കരുത്. നിന്റെ അടുത്തേക്ക് വരുവാനുള്ള യോഗ്യതയൊന്നും കർത്താവേ, എങ്കിലും ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ വസ്ത്രത്തിന്റെ തൊക്കലിന്റെ അഗ്രത്തൊന്ന് തൊട്ടാൽ മതി എന്റെ പക്വതകൾ സൗഖ്യമാകും.
എന്റെ കർത്താവോട് ഒരു വാക്കൊന്ന് കൽപ്പിച്ചാൽ മതി, എന്റെ പാപരോഗങ്ങൾ സൗഖ്യമാണ്. അവിടെ നീ എന്നെ നോക്കിയാൽ മാത്രം മതി. ദൈവമേ, ഞങ്ങളെ കൊണ്ട് നീ കടന്നു പോയത് കൃത്യമായി പ്രാർത്ഥിച്ചതുപോലെ യേശുവിനെ മഹോന്നതനായി പ്രാപിച്ചു നോക്കാം. എന്നോട് കരുതപ്പെടുന്നത് നമ്മുടെ സകല കുറവുകളിൽ നിന്നും ഏറ്റുപറയാം. ദൈവമേ, നിന്റെ സന്നിധിയിൽ ഞാൻ അനുഭവിക്കുകയും പാപത്തിന്റെ അനുഭവം ഞാൻ അനുഭവിക്കുകയും വീഴ്ചകളിൽ ഞാൻ അനുഭവിക്കുന്നത് ദൈവമേ എന്നെ തൊഴിലിരിക്കുന്നത് നിന്റെ ഉള്ള കാര്യങ്ങൾ എന്നെ വഹിച്ചുകൊണ്ട് ഞാൻ അശക്തനാണ് കർത്താവേ, പ്രാണിയില്ലാത്തവനാണ്. പലപ്പോഴും എന്നിൽ തന്നെ ഉള്ള കഴിവുകളുടെ സമ്പത്തിൽ ആശ്രയിച്ച് ഞാൻ അഹങ്കരിച്ചു പോയിട്ടുണ്ട്. ഈ അഹങ്കാരങ്ങൾ രാഷ്ട്രീയമെല്ലാം ഇത് ഉപേക്ഷിച്ചുകൊണ്ട് നിന്റെ സന്നിധിയിലേക്ക് ഒരു കൊടുക്കുമ്പോൾ പോലും എന്റെ കഴിവിനെ ഞാൻ സമർപ്പിക്കുന്നു. കുശവന്റെ കഴിവിനെ കൈവന്ന പോലെ നിന്റെ സന്നിധിയിലേക്ക് ഞാൻ എത്തിക്കുന്നു. ഞാൻ നിനക്ക് അപമാനപാത്രമായി തീർന്നുകൊണ്ടിരിക്കും. ഈ പാത്രത്തെ അവിടുന്ന് ഉടച്ചിട്ട് പുതിയൊരു പാത്രമാക്കി തീർക്കുവാൻ എനിക്ക് അവകാശമുണ്ടല്ലോ. കുശവനായ ഈ പാപിയായ നിന്റെ കരങ്ങളിലേക്ക് ഈ പാപിയായ എടുത്ത് അതിനെ ഉടച്ച് നിർബലമായ ഒരു പാത്രമാക്കി എന്നെ രൂപപ്പെടുത്തരുത്. നിന്റെ ഇഷ്ടത്തിന് നിന്റെ ചായയുടെ നിന്റെ മഹത്വപ്പെടുത്തുന്നുണ്ടല്ലോ പുതിയൊരു പാത്രമാക്കി എന്നെ തീർക്കണമേ. അതിനെ എന്നെ തന്നെ എന്റെ ക്രൂശിന്റെ ചൂടിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു. നാപനത്തിരിക്കുന്നു മനോഹരമേ ഞങ്ങളുടെ ശുദ്ധമായി ഇതൊരാളും സ്തുതിയും സൗകര്യവും സമർപ്പിക്കുമായിട്ട് തന്നെ ആണ്. ഈ പ്രാർത്ഥന ദിവാലിയിൽ വലിയ ആഗ്രഹം നടത്തുന്നു. നമ്മൾ ദൈവസന്നിധി നമ്മുടെ ദൈവം അനുഗ്രഹത്തോടുകൂടി നമ്മുടെ ക്ഷേമതയും അനുഗ്രഹിക്കുമ്പോൾ മനസ്സംഗീതമായ കഥാകാരൻ നമ്മെ തന്നോട് നമ്മെ തന്നെ കാറ്റി അനുഗ്രഹിക്കുന്നു. Dush,
കണ്ണീരോടുകൂടി അനുതാപത്തോടുകൂടി മനസ്സുബുദ്ധിക്ക് രൂപാന്തരപ്പെടണമെന്നുള്ള ആഗ്രഹത്തോടുകൂടി നിന്റെ അടുത്തേക്ക് കടന്നു വന്നവരാണ് നിരാശരായി കടന്നു പോകുന്നത്. ദൈവമായ കർത്താവേ, നിന്നോടുള്ള സ്നേഹത്തെ നീ ഞങ്ങളെ സ്നേഹിക്കുന്നതിനായി ആ ദൈവിക അനുഭവത്തിലേക്ക് ഞങ്ങളുടെ ജീവിതം വളർത്തപ്പെടുവാൻ കൂടുതൽ ഞങ്ങളെ സഹായിക്കുന്നു. പിതാവിന്റെ സ്നേഹത്തിൽ നിന്ന് പിതാവിന്റെ ഭവനത്തിൽ കടന്നുപോയ കുഞ്ഞിനായകത്തെ പോലെ അപ്പ ഞാൻ നിന്നോട് സ്വർഗത്തോട് പാപം ചെയ്യുന്നു. നിന്റെ മകനെന്ന് വിളിക്കപ്പെടുവാൻ എനിക്ക് യോഗ്യതയില്ല. നിന്റെ കോഴിക്കാവിലെ ഒരുവനെ പോലെ നിന്നെ സ്വീകരിക്കണമേ എന്ന് സ്വർഗത്തേക്ക് നോക്കി നിലവിളിക്കുന്ന ആ മകനെ പോലെ നഷ്ടപ്പെട്ടു പോയവരായ ഞങ്ങൾ, നിന്റെ തിരുസന്നിധിയിൽ നിന്ന് അകന്നു പോയവരായ ഞങ്ങൾ, ദൈവമായ കർത്താവേ, മനസ്സുകൊടുക്കി രൂപാന്തരത്തിന്റെ അനുഭവത്തിനായി നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സന്തോഷം നഷ്ടപ്പെടുത്തി കളഞ്ഞ് ദൈവസ്നേഹത്തിൽ നിന്ന് അകന്നു പോയ കഴിഞ്ഞ് ജീവിതത്തിന്റെ നന്മകളെ ഞങ്ങളുടെ മുമ്പാകെ സാധിക്കുന്നു. ദൈവമായ കർത്താവേ, നീ ഞങ്ങളെ സ്നേഹിക്കുന്ന ദൈവമാകുന്നു. ഞങ്ങളുടെ അകൃത്യങ്ങളെ കണക്കിടാത്ത ദൈവമാകുന്നു. നിന്റെ പാപങ്ങൾ കടുചുവപ്പായിരുന്നാലും അവയെ ഹിമം പോലെ വെളുപ്പിക്കുന്നതും രക്താംബരം പോലെ ചുവന്നിരുന്നാലും കഞ്ഞി പോലെ വെട്ടിരുന്നതാക്കുമെന്നും നിന്റെ തിരുവചനം ഞങ്ങളെ ദൈവപ്പെടുത്തുന്നുണ്ടല്ലോ. ദൈവമേ, നിന്റെ ദൈവിക സന്നിധിയുടെ അനുഭവത്തിലേക്ക് ഞങ്ങളെ കൊണ്ടുചേർക്കണമേ. നഷ്ടപ്പെടുത്തി കളഞ്ഞ നന്മയുടെ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരത്തിന് കാരണമാക്കപ്പെടുത്തണമേ. അനുതാപഹൃദയത്തോടെ, തകർന്ന മനസ്സോടെ, നുറുകുന്ന ഹൃദയത്തോടെ ഞങ്ങളുടെ ജീവിതത്തിന്റെ പരിവർത്തനം ആഗ്രഹിച്ചുകൊണ്ട് ഞങ്ങൾ നിന്നുണ്ടായിരിക്കുന്നു. ദൈവമായ കർത്താവേ, നീ ഞങ്ങളെ നിന്റെ അനുഗ്രഹങ്ങളുടെ മറവിലേക്ക് ചേർത്തുകൊള്ളുമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ലോകം മുഴുവനും ഈ മഹാമാരിയുടെ പ്രതിസന്ധിയിലായിരിക്കുന്നു. മനുഷ്യർ എന്ത് ചെയ്യണമെന്ന് മുന്നോട്ടുള്ള പ്രയാണത്തിൽ എന്നറിയിക്കണം ജീവിതത്തിലെ ലക്ഷ്യമെന്ന് പോലും പലതരത്തിലുള്ള ആശങ്കകളിലൂടെ നടന്നു പോകുമ്പോൾ ദൈവമേ, നിന്റെ സന്നിധിയിൽ ചേർന്ന് നിന്നുകൊണ്ട് പ്രത്യാശയോടെ ജീവിക്കാൻ, നിരാശരാകാതെ ഞങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുനയിക്കാൻ ദൈവമേ, നീ ഞങ്ങളെ സഹായിക്കണമേ. ആതുര ശുശ്രൂഷകർക്ക് പ്രവർത്തിക്കുന്ന ഞങ്ങളെല്ലാം പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ രോഗികളെ പരിചരിക്കുന്നവർക്ക് വേണ്ടി, ഈ രോഗസൗഖ്യത്തിനുള്ള മരുന്നുകളുടെ ഗവേഷണത്തിനായിരിക്കുന്നവർക്ക് വേണ്ടി, ഈ മഹാമാരിയുടെ പ്രതിസന്ധി ഞങ്ങളുടെ സമൂഹത്തിൽ തൊഴിൽ പോകുന്നതിന് വേണ്ടി പ്രാർത്ഥനകളാലും പ്രവർത്തനങ്ങളാലും പ്രയത്നങ്ങളാലും സഹകരിക്കുന്നവർക്കെല്ലാം വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നീ അവരോട് കൂടെ ഇരിക്കണമേ. നീ എല്ലാ ലോകത്തും വൈദ്യമില്ല എന്ന് ഞങ്ങൾ അറിയുന്നു. സാക്ഷാൽ വൈദ്യനായ ദൈവമായ കർത്താവേ, നിന്റെ മനുഷ്യാവതാരമല്ല നിന്നെ തൊട്ടവർക്കും നീ തൊട്ടവർക്കും സൗഖ്യം ലഭിച്ചുവല്ലോ. ആ സൗഖ്യദാനത്തിന് നല്ല അനുഭവങ്ങൾക്ക് വേണ്ടി ഞങ്ങളെ തന്നെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങൾ മനസ്സിന്റെ രൂപാന്തരപ്പെടുമെങ്കിൽ നീ ഞങ്ങളുടെ മനസ്സിലെയുമെന്ന് നീ ഞങ്ങളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ. കർത്താവേ, ഞങ്ങളുടെ ആരുടെയും അകൃത്യം ഞങ്ങളുടെ ദേശത്തോട് നീ കടക്കരുതേ. ഞങ്ങളുടെ അകൃത്യം നിന്നും ഭൂമിയിലൂടെ നശിപ്പിക്കരുതേ എന്ന് ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, സമാധാനത്തോടെ, സന്തോഷത്തോടെ, ദൈവിക പ്രത്യാശയോടെ നിന്റെ തിരുസന്നിധിയിലേക്ക് അടുത്തു വരുവാൻ, നിന്റെ ആലയത്തിലേക്ക് കടന്നു വന്ന ആരാധനകൾ അർപ്പിക്കുവാൻ അവിടുന്ന് ഞങ്ങളെ ശക്തീകരിക്കണമേ. അതിനുവേണ്ടി നടത്തുന്ന പ്രവർത്തനങ്ങൾ ഞങ്ങളുടെ ഞങ്ങളെ നയിക്കുന്നവർക്ക് ശരിയായ മാർഗദർശനത്തോടെ അവയെല്ലാം നടത്തുവാനുള്ള കൃപകൾ വരങ്ങൾ അവിടുന്ന് ചൊല്ലി കൊടുക്കാനുള്ള പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ സഭയിലേക്ക് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെ നയിക്കുന്ന പിതാക്കന്മാരെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ എല്ലാ വിധമായ പ്രവർത്തനങ്ങളും നിന്റെ നാമത്തിന്റെ മഹത്വത്തിനാക്കി വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ ഇടവക, ഞങ്ങളുടെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന സകലർക്കു വേണ്ടി ഞങ്ങൾ നിന്നോട് പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, നിന്റെ ദൈവിക നൽവരങ്ങളെ അനുഭവിച്ചുകൊണ്ട് നിന്നെ മഹത്വപ്പെടുത്തുന്ന രക്ഷിത സംഘമായിരിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നിന്റെ വചനം ഞങ്ങൾ കേട്ടതുപോലെ ലംഘനം ക്ഷമിച്ചു കിട്ടുവാൻ, പാപം മറച്ചു കിട്ടുവാൻ, ദൈവമേ, നിന്റെ അനുഗ്രഹീത അനുഭവങ്ങളുടെ പങ്കാളികളായി തീരുവാൻ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. ഭാഗ്യകരമായ ജീവിതാനുഭവങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നോക്കി കാണുന്നു. കഷ്ടതകളിലൂടെയും പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോൾ ദൈവമേ, നിന്റെ മുഖപ്രസാദത്തിനായി ഞങ്ങൾ നോക്കി കാണുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ അവിടുന്ന് ഞങ്ങൾ യോഗ്യരാക്കണമേ. ഞങ്ങളുടെ പാപങ്ങളോ ബലഹീനതകളോ പരിഗണിക്കാതെ അവിടുന്ന് ഞങ്ങളെ സ്വീകരിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങൾ ഏഴകളും പാപികളും വരുന്നു. ഞങ്ങൾ ഒന്നുമില്ല, ഏതുമില്ലാത്തവരാകുന്നു എന്നുള്ള സമ്മതത്തോടുകൂടി ഞങ്ങൾ നിന്റെ സന്നിധിയിലായിരിക്കുമ്പോൾ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകളെ അവിടുന്ന് ശ്രദ്ധിച്ചു കൊടുക്കണമേ. ഞങ്ങൾ തിരുസന്നിധിയിൽ അപേക്ഷിക്കുന്നവയെ അവിടുന്ന് മറുപടി നൽകി ഞങ്ങൾ അനുഗ്രഹിക്കണമേ. ആരെയും ഞങ്ങൾ പ്രാർത്ഥന കടപ്പെട്ടിരിക്കുന്നു
വളരെക്കുറിച്ചുള്ള ഭാരങ്ങളായി ഉയർത്തുന്നു. മാതാപിതാക്കളുടെ വിവിധ അനുഭവങ്ങളിൽ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങളിലായിരിക്കുന്നവർ ദൈവമായ കർത്താവേ, അവരുടെ എല്ലാം ജീവിതത്തിന് ആശ്വാസകനായി, സമാധാനം നൽകുന്നവനായി, പ്രശ്നങ്ങൾക്ക് പരിഹാരകനായി കൊണ്ടിരിക്കുന്നവരാണ്. നല്ല ദാനങ്ങളെ നൽകുന്ന ഞങ്ങളുടെ ദൈവമേ, ആരെല്ലാം തന്നെ സാമീപ്യം ആഗ്രഹിക്കുന്നുവോ കർത്താവെ, അവിടുത്തെ ആഴമായുള്ള കരങ്ങളുടെ സ്പർശനം ആഗ്രഹിക്കുന്നുവോ അവർക്കെല്ലാം അവിടുത്തെ സമീപസ്ഥനായി കൊണ്ടിരിക്കണമേ. ബലഹീനതകളൊക്കെ നോക്കണമേ, കുറവുകളൊക്കെ അവിടുന്ന് പരിഹരിക്കണമേ. ദൈവമായ കർത്താവെ, ഞങ്ങളുടെ ശുശ്രൂഷകളോടൊപ്പം കൂടെ ഇരിക്കണമേ. ആർക്കെല്ലാം വേണ്ടി ഞങ്ങൾ ആദ്യപെടുത്തിരിക്കുന്നു അവരെ വീണ്ടും ഞങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ എല്ലാ കുടുംബങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നാനാജാതി മതസ്ഥരായ സകലരെയും ഞങ്ങളുടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുന്നു. ദൈവം സകലത്തിന് മതിയായവരാകുന്നതിനുള്ള ഉത്തമ ബോധം ഞങ്ങളുടെ ബന്ധങ്ങളിൽ നേരിടുന്നതാണ്. പ്രതിസന്ധികളിൽ കടന്നു പോകുമ്പോൾ ദൈവമേ ഞങ്ങളെ നിലനിർത്തരുത്. നിന്റെ വചനത്തിന്റെ ശക്തികൾ നിലനിർത്തുവാൻ അവിടുന്ന് ഞങ്ങളെ നിലനിർത്തണമേ. കുറവുള്ള പ്രാർത്ഥനകളെ അവിടുന്ന് കേൾക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പിതാക്കന്മാരെ, ഞങ്ങളുടെ വിശ്വാസ സമൂഹത്തെ, ഞങ്ങളുടെ പട്ടക്കാരെ, ഞങ്ങളുടെ എല്ലാവിധമായ സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ, ഞങ്ങളുടെ യുവാക്കളെ, ഞങ്ങളുടെ പൈതങ്ങളെ, ഞങ്ങളുടെ വൃദ്ധജനങ്ങളെ, സ്ത്രീ പുരുഷന്മാരെ എല്ലാവരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവിക പ്രത്യാശയും നിയമനയും പകരുന്നവേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ വാങ്ങിപ്പോയവർക്ക് ഉത്തമ സ്മരണ നൽകുവാനാകണമേ. ഞങ്ങളെല്ലാവരും ഒന്നിച്ചുകൊണ്ട് നിനക്കും നിന്റെ പിതാവിനും പരിശുദ്ധമാകണമേ. ഇതൊന്നും സ്തുതിയും സ്തോത്രവും സ്മരിക്കുന്നവരുടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്മിലുള്ള കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധവും നൽകിയ സമത്വമാവാസം കർത്താവയുടെ ദൈവമേ, ദൂരവും ചാരവും ഈ ശുശ്രൂഷയിൽ സംബന്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവരും പലവിധമായ ഭാരങ്ങളും കുഞ്ഞുങ്ങളും വേദനകളും തിരിച്ചറിയിൽ സമർപ്പിച്ച എല്ലാ മക്കളെയും ഈ ഇടവകളിലും ദൂരസ്ഥകളിലും സമീപസ്ഥകളിലും സകലമായ മക്കളെയും ഇപ്പോഴും ഉണ്ടായിരിക്കുന്നവരുടെ കർത്താവിനെ അനുഗ്രഹിക്കപ്പെടട്ടെ. അനുഗ്രഹീതമായ ഈ ശുശ്രൂഷിക്കുന്നതിന് നൽകിയ ബഹുമാനപ്പെട്ട അതോടൊപ്പം ബഹുമാനപ്പെട്ട സാമ്പത്തികത്തോട് അതുപോലെ തന്നെ സാങ്കേതിക വിദ്യയോട് ഇതിനോടൊപ്പം എല്ലാ കാര്യങ്ങളും പ്രതികരിച്ച ബഹുമാനപ്പെട്ട ജോജിക്ക്, പ്രിയപ്പെട്ട അജിത് മാമൻ കീബോർഡ് വായിച്ച് ഈ ശുശ്രൂഷയിലേക്ക് ക്രമീകരണത്തോടുകൂടി ചെയ്യുവാൻ പറ്റുന്നതോടൊപ്പം ക്രമീകരണം ചെയ്ത പ്രിയപ്പെട്ട ഭൂമിയോടുള്ള എല്ലാ വിധമായ സന്തോഷവും സ്നേഹവും ഈ സമയത്ത് പങ്കുവയ്ക്കുന്നു. അടുത്ത വെള്ളിയാഴ്ചയിൽ രാവിലെ 10:00 തന്നെ ഈ ശുശ്രൂഷ വീണ്ടും നിങ്ങൾക്ക് ലൈവായിട്ട് തന്നെ പങ്കെടുക്കുവാനുള്ള അവസരമുണ്ട്. എല്ലാവരും അടുത്ത വെള്ളിയാഴ്ചയിൽ രാവിലെ 10:00 തന്നെ ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുള്ളതാണ്. ഒരിക്കലും നിങ്ങളുടെ കാര്യങ്ങൾ പ്രത്യേകമായിട്ട് അറിയിച്ചുകൊണ്ട് ഞാൻ വാർത്ത ചൊല്ലുന്നു. ദൈവം നമ്മെ